ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ കുട്ടികളുടെ ബേസിക് സയൻസിലെ 4ാമത്തെ ചാപ്റ്ററായ കെമിസ്ട്രി ഓഫ് ചേഞ്ചസ് മാറ്റങ്ങളുടെ രസതന്ത്രം എന്ന പാഠഭാഗമാണ്. അതായത് കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്റർ കെമിസ്ട്രി ഓഫ് ചേഞ്ചസ്. ലുക്ക് അറ്റ് ദി പിക്ചർ. ഈ പിക്ചർ ഒന്ന് ശ്രദ്ധിക്കൂ. വാട്ട് ഡു യു സീ ഇൻ ദി പിക്ചർ? എന്തൊക്കെയാണ് ഈ പിക്ചറിൽ കാണുന്നത്? എ ക്യാൻഡിൽ ബേണിംഗ്, മെഴുകുതിരി കത്തുന്നുണ്ട്. ഫുഡ് ഈസ് കുക്ക്ഡ്, ഭക്ഷണം പാകം ചെയ്യുന്നുണ്ട്. ഇവിടെ എന്താണ്, കല്ല് കൊത്തിയിട്ട് ഒരു സ്കൾപ്ചർ ഉണ്ടാക്കുന്നുണ്ട്, ഒരു ശില്പം നിർമ്മിക്കുന്നുണ്ട്. മേക്കിംഗ് സ്കൾപ്ചർ ഫ്രം സ്റ്റോൺ, സ്റ്റോണിൽ നിന്ന് സ്കൾപ്ചർ ഉണ്ടാക്കുന്നുണ്ട്, കല്ലിൽ നിന്നും ശില്പം നിർമ്മിക്കുന്നു. ഇതുപോലെ വാഴപ്പഴം എന്താണ്, പഴുത്ത് വരുന്നുണ്ട്, വാഴപ്പഴം പഴുക്കുന്നത്. റൈപ്പനിങ് ഓഫ് ബനാന. സബ്സ്റ്റൻസസ് അണ്ടർഗോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചേഞ്ചസ് ഹിയർ, ഡോണ്ട് ദേ? ഇവിടെയുള്ള സബ്സ്റ്റൻസ് ഒക്കെ എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചേഞ്ചസ്, വ്യത്യസ്ത തരം മാറ്റങ്ങൾക്ക് വിധേയമാകുന്നുണ്ട്. പദാർത്ഥങ്ങൾ, ഇവിടെയുള്ള ഓരോ സബ്സ്റ്റൻസും പദാർത്ഥങ്ങളും വ്യത്യസ്ത തരം പലതരം മാറ്റങ്ങൾക്ക് വിധേയമാവുന്നുണ്ട്. കല്ല് ശില്പമായിട്ട് മാറുന്നു. ദി സ്റ്റോൺ ഈസ് ഷേപ്പ്ഡ് ഇൻ ടു എ സ്കൾപ്ചർ. സ്റ്റോൺ, കല്ല് എന്താണ്, ഒരു സ്കൾപ്ചറായിട്ട് മാറുന്നുണ്ട്. കല്ല് കൊത്തിയിട്ട് എന്താണ്, ശില്പമാക്കി മാറ്റുന്നുണ്ട്. ആൻഡ് ബനാന ഗെറ്റ്സ് റൈപ്പൻഡ്, വാഴക്കുല പഴുക്കുന്നു. ആർ ദീസ് ചേഞ്ചസ് ഓഫ് ദി സെയിം കൈൻഡ്? ഇവയെല്ലാം ഒരുപോലെയുള്ള മാറ്റങ്ങളാണോ, സെയിം കൈൻഡ് ഓഫ് ചേഞ്ചസ് ആണോ? അല്ല. വൺ ഈസ് മാൻ മെയ്ഡ് ആൻഡ് ദി ഒതർ ഈസ് നാച്ചുറൽ. ഒന്ന് മനുഷ്യനിർമ്മിതമാണ്, മാൻ മെയ്ഡ് ആണ്. ആൻഡ് ദി ഒതർ ഈസ് നാച്ചുറൽ, മറ്റേതെന്താണ്, നാച്ചുറൽ, പ്രകൃതിദത്തമാണ്. ഇതെന്താണ്, മാൻ മെയ്ഡ് ആണ്, സ്കൾപ്ചർ ഉണ്ടാക്കുന്നത്. കല്ല് കൊത്തിയിട്ട് മനുഷ്യരാണ് ഉണ്ടാക്കുന്നത്, അപ്പോൾ മനുഷ്യനിർമ്മിതമാണ്. ബനാന റൈപ്പൻ ചെയ്യുന്നത്, പഴുക്കുന്നത് എന്താണ്, പ്രകൃതിദത്തം, നാച്ചുറൽ പ്രോസസ്സാണ്. ഒന്ന് നാച്ചുറലായിട്ട് സംഭവിക്കുന്നതും ഒന്ന് മനുഷ്യന്മാർ ഉണ്ടാക്കുന്നതും മനുഷ്യനിർമ്മിതമാണ്, മാൻ മെയ്ഡുമാണ്. ഇഫ് യു ലുക്ക് അറൗണ്ട് യു ക്യാൻ ഒബ്സർവ് സോ മെനി ചേഞ്ചസ്. നിങ്ങളെന്താണ്, ചുറ്റും നോക്കിയാൽ നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ കാണാൻ സാധിക്കും. ദീസ് ചേഞ്ചസ് മേ ലീഡ് ടു ദി പ്രൊഡക്ഷൻ ഓഫ് ന്യൂ സബ്സ്റ്റൻസസ്. ഈ മാറ്റങ്ങളാണ് ചിലപ്പോൾ പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാവാൻ കാരണമാകുന്നത്. ന്യൂ സബ്സ്റ്റൻസ് ഉണ്ടാവാൻ കാരണമാകുന്നത് ഇതുപോലത്തുള്ള ചേഞ്ചസ് കാരണമാണ്. ഈ കല്ല് ചേഞ്ചായിട്ടാണ് ശില്പമായി മാറുന്നത്. അതേപോലെ ഓരോ ചേഞ്ചസ് സംഭവിക്കുമ്പോൾ പുതിയ സബ്സ്റ്റൻസ്, ന്യൂ സബ്സ്റ്റൻസ് അവിടെ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. വി ക്യാൻ സീ സോ മെനി സബ്സ്റ്റൻസസ് അറൗണ്ട് അസ്. നമുക്ക് ചുറ്റും എന്താണ്, നമ്മൾ കുറേ സബ്സ്റ്റൻസസ് കാണുന്നുണ്ട്. വിച്ച് അണ്ടർഗോ വേരിയസ് ചേഞ്ചസ്. അതിനെന്താണ്, വേരിയസ് ചേഞ്ചസ്, മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. യു നോ ദാറ്റ് ദീ സബ്സ്റ്റൻസസ് ആർ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് മാറ്റർ. ഇതെല്ലാം മാറ്ററിൻ്റെ ഡിഫറെൻറ്റ് ഫോംസ് ആണ്. ഈ സബ്സ്റ്റൻസ്, നിങ്ങൾ ഈ കാണുന്ന ചുറ്റും കാണുന്ന സബ്സ്റ്റൻസ് പദാർത്ഥങ്ങളെല്ലാം എന്താണ്, മാറ്ററിൻ്റെ, ദ്രവ്യത്തിൻ്റെ വിവിധ രൂപങ്ങളാണ്, ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് മാറ്റർ ആണ്. ആൾ സബ്സ്റ്റൻസസ് ഇൻ ദി യൂണിവേഴ്സ് ആർ മെയ്ഡ് ഓഫ് മാറ്റർ. ഈ യൂണിവേഴ്സിൽ, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ സബ്സ്റ്റൻസും മെയ്ഡ് ഓഫ് മാറ്റർ, മാറ്റർ കൊണ്ട് നിർമ്മിതമാണ്. മാറ്റർ മീൻസ് ദ്രവ്യം. പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളും ദ്രവ്യത്താൽ നിർമ്മിതമാണ്, മാറ്റർ കൊണ്ട് ഉണ്ടാക്കിയതാണ് ഈ ലോകത്തുള്ള എല്ലാ സാധനങ്ങളും. അപ്പോൾ എല്ലാ സബ്സ്റ്റൻസും, ആൾ സബ്സ്റ്റൻസിൽ എന്തുണ്ട്, മാറ്റർ ഉണ്ട്. ലെറ്റ് us ഡിസ്കസ് ദി കെമിസ്ട്രി ഓഫ് ചേഞ്ചസ് ഓഫ് മാറ്റർ ആഫ്റ്റർ അണ്ടർസ്റ്റാൻഡിങ് ദർ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ്. ആദ്യം നമുക്ക് മാറ്ററിൻ്റെ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് മനസ്സിലാക്കാം. ദെൻ അതിൻ്റെ കെമിസ്ട്രി ഓഫ് ചേഞ്ചസ്, അതിലുണ്ടാകുന്ന മാറ്റങ്ങളുടെ കെമിസ്ട്രി, അത് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. വാട്ട് ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാറ്റർ? ഒരു മാറ്ററിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? ഈ ലോകത്തുള്ള യൂണിവേഴ്സിറ്റിയിലെ എല്ലാ സബ്സ്റ്റൻസിലും മാറ്റർ ഉണ്ടെന്ന് പറഞ്ഞു. ഈ മാറ്ററിന് എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ്, എന്തൊക്കെ പൊതുവായിട്ടുള്ള സവിശേഷതകൾ, ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഈ മാറ്ററിന് എന്താണ്, സ്ഥിതി ചെയ്യാൻ ഒരു സ്പേസ് വേണോ? അതുപോലെ അതിനൊരു വെയിറ്റ് ഉണ്ടോ, മാസ് ഉണ്ടോ? അങ്ങനത്തെ പൊതുവായിട്ടുള്ള സവിശേഷതകൾ എന്തൊക്കെയുണ്ട്, എന്തൊക്കെ ആവശ്യമാണ്, അത് ഓരോന്നായിട്ട് ഫസ്റ്റ് നോക്കാം. എന്നിട്ട് അതിൻ്റെ കെമിക്കൽ ചേഞ്ചസ് നോക്കാം. ലെറ്റ് us എക്സാമിൻ ദം വൺ ബൈ വൺ, ഓരോന്നായിട്ട് നോക്കാം എന്തൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ്. ഡിപ്പ് എ സ്റ്റോൺ ഹങ് ഓൺ എ ത്രെഡ് ഇൻ ടു എ ബീക്കർ വിത്ത് മാർക്ക്ഡ് വാട്ടർ ലെവൽ. വാട്ടർ ലെവൽ മാർക്ക് ചെയ്ത ഒരു ബീക്കറിലേക്ക് ഒരു സ്റ്റോണിലെ കയറ് കെട്ടി തൂക്കിയിട്ടുള്ള ഒരു സ്റ്റോൺ ഹങ് ചെയ്യുക, അങ്ങനെ തൂക്കിയിടുക. വാട്ട് ഹാപ്പൻസ് ടു ദി വാട്ടർ ലെവൽ? ഈ വാട്ടർ ലെവലിന് എന്ത് സംഭവിക്കുന്നു? ചെറിയൊരു കല്ലെടുത്തിട്ട് തൂക്കിയിട്ടുണ്ട് ഒരു ബീക്കറിലേക്ക്. ഇവിടെ ഒരു ബിഗ്ഗർ സ്റ്റോൺ, വലിയ കല്ലെടുത്തിട്ടാണ് വെള്ളത്തിലിടുന്നത്. അപ്പോൾ എന്താണ് വാട്ടർ ലെവലിന് സംഭവിക്കുന്നത്? വാട്ടർ ലെവൽ ഈസ് റൈസ്ഡ്, ജലനിരപ്പ് ഉയരുന്നു. കല്ലിടുമ്പോൾ എന്താണ്, വെള്ളം കുറച്ച് മുകളിലേക്ക് വരും, ജലനിരപ്പ് ഉയരും. വാട്ടറിൻ്റെ ലെവൽ എന്താണ്, ഇൻക്രീസ് ചെയ്യും, റൈസ് ചെയ്യും. ചെറിയ കല്ലിട്ടാലും വലിയ കല്ലിട്ടാലും ഒക്കെ എന്താണ്, ജലനിരപ്പ് ഉയരും. വെള്ളത്തിൻ്റെ ഈ അളവ്, വാട്ടറിൻ്റെ ഈ ലെവൽ, വാട്ടർ ലെവൽ റൈസ്ഡ്, വാട്ടർ ലെവൽ കൂടും. വലിയ കല്ലിടുമ്പോൾ കൂടുതൽ വെള്ളം മുകളിലേക്ക് പൊന്തും, ചെറിയ കല്ലിടുമ്പോൾ കുറച്ച് വെള്ളമേ മുകളിലേക്ക് പൊന്തുള്ളൂ. വൈ ഡസ് ദി വാട്ടർ ലെവൽ റൈസ്? എന്തുകൊണ്ടാണ് ഈ വാട്ടർ ലെവൽ റൈസ് ചെയ്യുന്നത്, ഉയരുന്നത്? ബിക്കോസ് ദി സ്റ്റോൺ നീഡ് സ്പേസ് ടു ഓക്യുപ്പൈ. കല്ലിനെന്താണ്, സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. സ്റ്റോണിന് ആവശ്യമാണ് സ്പേസ് ടു ഓക്യുപ്പൈ. അവിടെ നിൽക്കാൻ എന്താണ്, ഒരു സ്പേസ് ആവശ്യമാണ്. കല്ലിന് ഇവിടെ നിൽക്കാൻ എന്താണ്, ഒരു സ്പേസ് വേണം. അതുകൊണ്ടാണ് വെള്ളത്തെ മാറ്റിയിട്ട് കല്ല് അവിടെ നിൽക്കുന്നത്. ഇതിനൊരു സ്പേസ് ആവശ്യമായത് കൊണ്ട് തന്നെ ആ വെള്ളത്തെ മാറ്റിയിട്ട് അതവിടെ നിൽക്കും. അപ്പോൾ വെള്ളം മുകളിലേക്ക് ഉയരും.
വാട്ട് ഡിഫറൻസ് ഡു യു ഒബ്സർവ് ഇഫ് എ ബിഗ്ഗർ സ്റ്റോൺ ഈസ് യൂസ്ഡ്? അല്ലെ, ഒരു ബിഗ്ഗർ സ്റ്റോൺ വലിയ കല്ല് ഉപയോഗിച്ചപ്പോൾ എന്തൊക്കെ ഡിഫറൻസ് മാറ്റങ്ങളാണ് നിങ്ങൾ കണ്ടത്? അല്ലെ, മോർ റൈസ് ഇൻ വാട്ടർ ലെവൽ, അല്ലെ ജലനിരപ്പ് കൂടുതൽ ഉയരുന്നു. അല്ലെ, വലിയ കല്ലാകുമ്പോൾ ജലനിരപ്പ് കൂടുതലായിട്ട് ഉയരും. അല്ലെ, ചെറിയ കല്ലായപ്പോൾ ഇവിടെ കുറച്ച് ഉയർന്നിട്ടുള്ളൂ. അല്ലെ, വലിയ കല്ലാകുമ്പോൾ അത്രയും സ്പേസ് ഇല്ല, ഇത്രയും സ്പേസ് ആ കല്ലിന് ആവശ്യമാണ്. അതുകൊണ്ട് അത്രത്തോളം സ്പേസ് കൂടി എടുത്തിട്ട് ഈ വെള്ളം എന്താണ് റൈസ് ചെയ്യും, മുകളിലേക്ക് ഉയരും. അപ്പോൾ നമുക്ക് എന്ത് പറയാം? വൺ ഓഫ് ദി പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ ഈസ് ദാറ്റ് ഇറ്റ് ഒക്യുപ്പൈ സ്പേസ്. അല്ലേ, മാറ്ററിൻ്റെ ഒരു പ്രോപ്പർട്ടി എന്താണ്? അതിനെ ഒക്യുപ്പൈ ചെയ്യാനില്ലേ, നിൽക്കാൻ എന്താണ്? സ്പേസ്, ഒരു സ്ഥലം ആവശ്യമാണ്. ദി സ്പേസ് ഒക്യുപ്പൈഡ് ബൈ മാറ്റർ ഈസ് ഇറ്റ്സ് വോളിയം. അങ്ങനെ ഈ മാറ്ററിന് ഒക്യുപ്പൈ ചെയ്യാനുള്ള ഈ സ്പേസ്, ഈ സ്ഥലത്തിന് പറയുന്ന പേരാണ് അതിൻ്റെ വോളിയം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെന്താണ്? വോളിയം ആവശ്യമാണ്, ഒരു സ്ഥലം ആവശ്യമാണ്. ഈ മാറ്റർ, അല്ലേ, കല്ല് എന്ന് പറയുന്ന ഈ സ്റ്റോൺ എന്താണ്? ഒരു മാറ്ററാണ്, ഒരു ദ്രവ്യമാണ്. അതിന് അവിടെ നിൽക്കാൻ എന്താണ്? ഒരു സ്ഥലം ആവശ്യമാണ്. ആ സ്ഥലത്തിന്, ആ സ്പേസിനെ നമുക്ക് എന്ത് പറയാം? വോളിയം. അപ്പോൾ എന്താണ്? മാറ്ററിന് ഒരു വോളിയം ആവശ്യമാണ്, അതിനൊരു സ്പേസ് ആവശ്യമാണ് എന്നുള്ള ഫസ്റ്റ് പ്രോപ്പർട്ടി, ഒരു സവിശേഷത നമ്മൾ പഠിച്ചു. വെയ് ബോത്ത് ദി സ്റ്റോൺസ് യൂസിങ് എ ബാലൻസ്. ഒരു ബാലൻസ് യൂസ് ചെയ്തിട്ട് രണ്ട് സ്റ്റോൺസിൻ്റെയും വെയിറ്റ് നോക്കുക. വാട്ട് ഡിഫറൻസ് ഡു യു ഒബ്സർവ്? എന്ത് ഡിഫറൻസ്, വ്യത്യാസമാണ് നിങ്ങൾ കാണുന്നത്? ഒന്ന് ചെറിയ കല്ലാണ്, അതിൻ്റെ വെയിറ്റ് കുറവായിരിക്കും. വലിയ കല്ല്, സ്റ്റോണിന് എന്താണ്? ഭാരം, വെയിറ്റ് കൂടുതലായിരിക്കും. മാറ്റർ ഹാസ് മാസ്, അതായത് മാറ്ററിന് എന്താണ്? മാസ് ഉണ്ട്, അല്ലെ, ഒരു വെയിറ്റ് ഉണ്ട് മാറ്ററിന്. കല്ല് എന്ന് പറയുന്ന മാറ്റർ, അല്ലേ, സ്റ്റോൺ എന്ന് പറയുന്നത് ഒരു മാറ്ററാണ്. അതിനെന്തുണ്ട്? ഒരു വെയിറ്റ് ഉണ്ട്, ഒരു മാസ് ഉണ്ട്. ദിസ് ഈസ് അനദർ പ്രോപ്പർട്ടി ഓഫ് മാറ്റർ. മാറ്ററിൻ്റെ മറ്റൊരു പ്രോപ്പർട്ടി, പ്രത്യേകത, സവിശേഷതയാണ് മാറ്ററിന് എന്തുണ്ട്? മാസ് ഉണ്ട്, അല്ലേ, ഒരു വെയിറ്റ്, ഒരു കനമുണ്ട്. അതാണ് ഫസ്റ്റിലെ പ്രോപ്പർട്ടിയിലെ. മാറ്ററിന് എന്താണ്? നിൽക്കാനൊരു സ്ഥലം, ഒരു സ്പേസ് ആവശ്യമാണ്. അതിനെ നമ്മൾ അതിൻ്റെ വോളിയം എന്ന് പറയും. രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്താണ്? മാറ്ററിനൊരു മാസിൽ, ഒരു വെയിറ്റ് ഉണ്ട്, ഒരു കനമുണ്ടല്ലേ. കല്ലിന് എന്താണ്? നിൽക്കാനൊരു സ്ഥലം ആവശ്യമാണ്, അതുപോലെ അതിനൊരു വെയിറ്റ് ഉണ്ട്, ഒരു മാസ് ഉണ്ട് എന്ന് പറയും. മാസ് ഓഫ് എ സബ്സ്റ്റൻസ് ഈസ് ദി മെഷർ ഓഫ് ദി ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ കണ്ടെയ്ൻഡ് ഇറ്റ്. മാറ്റർ, ഒരു സബ്സ്റ്റൻസ്, ഒരു പദാർത്ഥത്തിൻ്റെ മാസ് എന്ന് പറയുന്നത് അതിൽ അടങ്ങിയിട്ടുള്ള ക്വാണ്ടിറ്റിയുടെ അളവാണ്. എത്രത്തോളം ക്വാണ്ടിറ്റി ഉണ്ടല്ലേ, ആ കല്ലിൻ്റെ അളവ്, എത്രത്തോളം കല്ലുണ്ട്, ആ കല്ല് വലുതാവും തോറും അതിൻ്റെ മാസ്, അതിൻ്റെ വെയിറ്റ് കൂടുതലാണ്. കല്ല് ചെറുതാവുമ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി കുറഞ്ഞു, അല്ലേ. അപ്പോൾ അതായത് അതിൻ്റെ മാസ് കുറവാണ്. ഈസ് ദി മെഷർ ഓഫ് ദി ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ കണ്ടെയ്ൻഡ് ഇറ്റ്. അതിൽ അടങ്ങിയിട്ടുള്ള അതിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചാണ് നമ്മൾ മാസ് അളക്കുന്നത്, അല്ലേ, അതിൻ്റെ വെയിറ്റ് അളക്കുന്നത്. ഒരു സബ്സ്റ്റൻസിലുള്ള ആ മാറ്ററിൻ്റെ അളവ്, അല്ലെ, ആ ക്വാണ്ടിറ്റിയാണ് അതിൻ്റെ മാസ് എന്ന് പറയുന്നത്. അല്ലേ, എത്രത്തോളം ക്വാണ്ടിറ്റി ഉണ്ടോ അത്രത്തോളം മാസ് കൂടുതലാണ്, അല്ലേ. ക്വാണ്ടിറ്റി കുറവാണെങ്കിൽ മാസ് കുറവാണ്. ഈസ് എയർ എ ഫോം ഓഫ് മാറ്റർ? എയർ ഒരു മാറ്ററിൻ്റെ ഫോമാണോ? യെസ്, അതെ. ഡസ് എയർ നീഡ് സ്പേസ് ടു ഒക്യുപ്പൈ? എയറിന് എന്താണ്? ഒരു സ്ഥലത്ത് നിൽക്കാൻ ഒരു സ്പേസ്, ഒരു സ്ഥലം ആവശ്യമാണോ? യെസ്, അതെ, അല്ലേ. വായുവിന് നിൽക്കാൻ, എയറിന് നിൽക്കാൻ ഒരു സ്പേസ്, ഒരു സ്ഥലം ആവശ്യമാണ്. അപ്പോൾ എയറിന്, വായുവിന് നിൽക്കാൻ എന്താണ്? ഒരു സ്പേസ്, ഒരു സ്ഥലം ആവശ്യമാണ്. അത് മാറ്ററിൻ്റെ ഒരു ഫോമാണ്. അപ്പോൾ എയർ എന്ന് പറയുന്നത് മാറ്റർ ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. നമ്മൾ സ്റ്റോൺ എന്ന് പറയുന്നത് മാറ്റർ ആണ് എന്ന് കണ്ടെത്തിയില്ല. അതിന് മാസ് ഉണ്ട്, അതിനൊരു വോളിയം ആവശ്യമാണ്. അതുകൊണ്ട് എന്താണ്? കല്ല്, സ്റ്റോൺ എന്ന് പറയുന്നത് ഒരു മാറ്റർ ആണ്. ഇനി എയർ മാറ്റർ ആണോ എന്ന് നോക്കാം. ഫിക്സ് എ ടവൽ ഇൻസൈഡ് എ ഗ്ലാസ്. ഒരു ഗ്ലാസിൻ്റെ ഉള്ളിൽ ഒരു ടവൽ ഫിക്സ് ചെയ്ത് നിർത്തുക. ആൻഡ് ഇമ്മേഴ്സ് ഇറ്റ് അപ്സൈഡ് ഡൗൺ ഇൻ ടു ദി വാട്ടർ ടേക്കൺ ഇൻ എ ബീക്കർ. ഒരു ബീക്കറിൽ വെള്ളം എടുത്തിട്ട് അതെന്താണ്? അപ്സൈഡ് ഡൗണിലെ, മുകളിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ കുത്തനെ വെക്കുക. ആസ് ഷോൺ ഇൻ ദി ഫിഗർ 4.3. ഈ ചിത്രത്തിൽ കണ്ടതുപോലെ എന്താണ്? ആ ഗ്ലാസ് കമഴ്ത്തി വെക്കുക. ഡസ് ദി ടവൽ ഗെറ്റ് വെറ്റ്? ആ ടവൽ വെറ്റായോ, നനഞ്ഞോ? നോ, ഇല്ല. വൈ ഡസ് നോട്ട് വാട്ടർ എൻറ്റർ ദി ഗ്ലാസ്? എന്തുകൊണ്ടാണ് വെള്ളം ആ ഗ്ലാസ്സിലേക്ക് എൻറ്റർ ചെയ്യാത്തത്, കയറാത്തത്? എന്തുകൊണ്ടാണ്? എയർ ഈസ് ഒക്യുപ്പൈഡ് ഇൻ ദി ഗ്ലാസ്സിൽ. ആ ഗ്ലാസ്സിൽ എന്താണ്? എയർ ഉള്ളത് കൊണ്ടാണ്, ആ ഗ്ലാസ്സിൽ എയർ, വായു ഉള്ളത് കൊണ്ടാണ് നമ്മുടെ ഈ ടവൽ നനയാത്തത്, വെറ്റാവാത്തത്. നമ്മളൊരു ബീക്കറിൽ വെള്ളം എടുക്കുക, അതുപോലെ ഒരു ഗ്ലാസ്സിൽ എന്താണ്? ഒരു ടവൽ, അല്ലേ, അത് ഫിക്സ് ചെയ്തിട്ട് ഇങ്ങനെ കമഴ്ത്തി വെക്കുമ്പോൾ എന്താണ്? അവിടെ എയർ ഫില്ലാവും, അല്ലേ. ഈ വെള്ളം എന്താണ്? ഈ പേപ്പർ നനയില്ല, വെള്ളം ഇതിലേക്ക് എൻ്റർ ആവാതെ അവിടെ എന്താണ്? ഒരു സ്പേസ് ഉണ്ടാവില്ല. അവിടെ എന്താണ്? എയർ ഫില്ലായതുകൊണ്ട്, വായു ഉള്ളത് കൊണ്ടാണ് ആ പേപ്പർ നനയാത്തത്. വാട്ട് ഹാപ്പൻസ് ടു ദി വാട്ടർ ലെവൽ ഇൻ ദി ബീക്കർ? ഈ ബീക്കറിലുള്ള വാട്ടർ ലെവലിന് എന്ത് സംഭവിക്കും? റൈസ് ചെയ്യും, അല്ലേ. വാട്ടർ ലെവൽ ഇൻക്രീസ് ചെയ്യും. ഒരു വസ്തു ഇങ്ങനെ വെള്ളത്തിലേക്ക് എന്ത് വസ്തു വെച്ചാലും ആ വാട്ടർ ലെവൽ ഒന്ന് ഉയരും, അല്ലേ, റൈസ് ചെയ്യും. ദി ഡിഫറൻസ് ഇൻ വാട്ടർ ലെവൽ ഇൻഡിക്കേറ്റ്സ് ദി വോളിയം ഓഫ് എയർ, റൈറ്റ്? ഈ വാട്ടർ ലെവലിലുള്ള ഡിഫറൻസ്, വ്യത്യാസം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്, ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ആ എയറിൻ്റെ വോളിയത്തെയാണ്. ആ എയറിന് എന്താണ്? ഒരു സ്ഥലം ആവശ്യമാണ്. ആ സ്ഥലം ആവശ്യമായതുകൊണ്ടാണ് ആ വാട്ടർ ലെവൽ ഇൻക്രീസ് ചെയ്തത്. മാറ്ററിൻ്റെ ഒരു പ്രോപ്പർട്ടി ഇവിടെ എഗ്രി ചെയ്തു, അല്ലേ. മാറ്ററിന് എന്താണ്? വോളിയം ആവശ്യമാണ്. എയറിന് സ്ഥിതി ചെയ്യാൻ എന്താണ്? വോളിയം ആവശ്യമാണ്. അതുകൊണ്ടാണ് ആ ടവൽ നനയാത്തതിൽ, ആ ഗ്ലാസ്സിൽ എയർ കിടന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ്? എയറിന് നിൽക്കാനൊരു സ്പേസ് ആവശ്യമാണ്, ഒരു സ്ഥലം ആവശ്യമാണ്, അതായത് വോളിയം ആവശ്യമാണ്.
ഫസ്റ്റ് പ്രോപ്പർട്ടി എഗ്രി ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് എന്താണ് രണ്ടാമത്തെ പ്രോപ്പർട്ടി, എയറിന് മാസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം അല്ലേ. ഫസ്റ്റത്തെ പ്രോപ്പർട്ടി വോളിയാണ്, രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്താണ്, മാസ് ഉണ്ട്. എയറിനൊരു വെയിറ്റ് ഉണ്ടോ, മാസ് ഉണ്ടോ. ഹൗ ക്യാൻ വി ഫൈൻഡ് ഔട്ട് വെദർ എയർ ഹാസ് മാസ്, അതിനുള്ളൊരു എക്സ്പെരിമെൻ്റ് ആണ് ഇത്. അപ്പോൾ എയറിന് മാസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനുള്ള എക്സ്പെരിമെൻറ്റ് ചോദിച്ചാൽ നിങ്ങൾ ഇത് എഴുതണം. എയറിന് വോളിയം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു എക്സ്പെരിമെൻറ്റ് എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എന്താണ് ഈ എക്സ്പെരിമെൻറ്റ് എഴുതേണ്ടതാണ്. Will the mass of a football without air be the same as the mass of an inflated football? ലെയർ ഇല്ലാത്ത, അതായത് കാറ്റ് നിറക്കാത്ത ഒരു ഫുട്ബോളിൻ്റെ മാസും കാറ്റ് നിറച്ച ഒരു ഫുട്ബോളിൻ്റെ മാസും സെയിം ആണോ എന്നാണ് ചോദിച്ചത്. ചെക്ക് ഇറ്റ് ഔട്ട് യൂസിങ് എ ഡിജിറ്റൽ ബാലൻസ്. ഒരു ഡിജിറ്റൽ ബാലൻസ് ഉപയോഗിച്ചിട്ട് അത് ചെക്ക് ചെയ്യുക. അതിൻ്റെ രണ്ടിൻ്റെ വെയിറ്റ് മാസ് ഒരുപോലെയാണോ, അല്ല. എയർ ഫില്ല് ചെയ്യാത്ത, കാറ്റ് നിറക്കാത്ത ബലൂണിന് വെയിറ്റ് മാസ് കുറവായിരിക്കും. എയർ ഫില്ല് ചെയ്താൽ അതിൻ്റെ വെയിറ്റ് കൂടി, മാസ് കൂടി. അതായത് നൗ ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് എയർ ഹാസ് മാസ്. അപ്പോൾ എയറിന് എന്താണ്, മാസ് ഉണ്ട് എന്നുള്ളത് ക്ലിയർ ആയില്ലേ. എയറിന് വോളിയം അല്ലെ, ഒരു സ്പേസ് ആവശ്യമാണെന്ന് തെളിയിക്കാനുള്ള ഒരു എക്സ്പെരിമെൻറ്റ് നമ്മൾ ചെക്ക് ചെയ്തു. അതുപോലെ എയറിന് മാസ് ഉണ്ടല്ലേ, ഒരു വെയിറ്റ് ഉണ്ടെന്ന് കാണിക്കാനുള്ള എക്സ്പെരിമെൻ്റ് അല്ലേ. കാറ്റില്ലാത്ത ഫുട്ബോളിന് എന്താണ്, മാസ് കുറവായിരിക്കും. നല്ല എയർ ഫില്ല് ചെയ്തല്ലേ, കാറ്റ് നിറയ്ക്കുമ്പോൾ എന്താണ്, അതിന് മാസ്സില്ല, അതിൻ്റെ വെയിറ്റ് കൂടുന്നുണ്ട്. അതായത് എയറിന് എന്താണ്, മാസ് ഉണ്ട് എന്നും വോളിയം ഉണ്ടെന്നും രണ്ട് പ്രോപ്പർട്ടി നമ്മൾ തെളിയിച്ചു. അപ്പോൾ എയർ എന്താണ്, മാറ്ററാണ് അല്ലെ. സ്റ്റോൺ എന്താണ്, ഒരു മാറ്ററാണ്. സ്റ്റോണിനെ ഒക്യുപ്പൈ ചെയ്യാൻ ഒരു വോളിയം ആവശ്യമാണ്. അതുപോലെ അതിനൊരു മാസ്, ഒരു വെയിറ്റ് ഉണ്ട്. അതുപോലെ എയറിനും എന്താണ്, ഒരു വോളിയം ആവശ്യമാണ്. അതിനെന്താണ്, ഒരു വെയിറ്റ് അല്ലെ, ഒരു മാസ് ഉണ്ട്. എനിത്തിങ് ദാറ്റ് ഒക്യുപ്പൈ സ്പേസ് ആൻഡ് ഹാസ് മാസ് ഈസ് കാൾഡ് മാറ്റർ അല്ലെ. സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും മാസ് ഉള്ളതുമായ എന്തിനേയും നമുക്ക് മാറ്റർ എന്ന് പറയാം അല്ലെ. എനിത്തിങ് ദാറ്റ് ഒക്യുപ്പൈ സ്പേസ്, ഒരു സ്പേസ് ഉള്ളത്, അതുപോലെ അതിനൊരു മാസം ഉണ്ടെങ്കിൽ സ്പേസിലെ വോളിയവും മാസും ഉള്ള ഏതൊരു വസ്തുവിനെയും നമുക്ക് മാറ്റർ എന്ന് വിളിക്കാം. എനിത്തിങ് ദാറ്റ് ഒക്യുപ്പൈ സ്പേസ് ആൻഡ് ഹാസ് മാസിലെ ഏതൊരു വസ്തു അതിന് ഒക്യുപ്പൈ ചെയ്യാൻ സ്പേസ് ഉണ്ടോ അല്ലെ, വോളിയം ഉണ്ടോ, അതിന് മാസ് ഉണ്ടോ എങ്കിൽ അത് മാറ്റർ ആണ്. ഫ്രം ദിസ് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് എയർ ഇസ് എ ഫോം ഓഫ് മാറ്റർ. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം, എയർ എന്താണ്, മാറ്ററിൻ്റെ ഒരു ഫോമാണ്. മാറ്റർ എക്സിസ്റ്റ് മെയിൻലി ഇൻ 3 സ്റ്റേറ്റ്സ് അല്ലെ. മെയിനായിട്ട് മാറ്ററിന് 3 സ്റ്റേറ്റുകളാണുള്ളത്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, സോളിഡ് സ്റ്റേറ്റ്, ലിക്വിഡ് സ്റ്റേറ്റ്, ഗ്യാസ് സ്റ്റേറ്റ്. Complete the given table with respect to the 3 states of matter. Put tick mark appropriately. അപ്പോൾ ടേബിൾ ടിക്ക് മാർക്ക് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. പ്രോപ്പർട്ടി, അതിൻ്റെ സവിശേഷത തന്നിട്ടുണ്ട്. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. ഇതെന്താണ് സോളിഡ് എന്ന് പറഞ്ഞാൽ ഖരം, ദ്രാവകം, വാതകം അല്ലേ. സോളിഡ് എന്ന് പറഞ്ഞാൽ നല്ല കട്ടിയുള്ള വസ്തു അല്ലേ, കല്ലൊക്കെ പോലത്തെ വസ്തു ആണ്. ഖരാവസ്ഥയിലുള്ള വസ്തുക്കളെയാണ് സോളിഡ് എന്ന് പറയുന്നത്. ലിക്വിഡ് എന്ന് പറഞ്ഞാൽ ലിക്വിഡ് അല്ലേ, വെള്ളം പോലെ, ദ്രാവകം അല്ലേ, നമ്മുടെ വെള്ളം പോലെയുള്ള വസ്തുക്കളെയാണ് ലിക്വിഡ് എന്ന് പറയുന്നത്. ഗ്യാസ് എന്ന് പറഞ്ഞാൽ വാതകം അല്ലേ, നമ്മുടെ ഗ്യാസ്. സോളിഡ് അല്ലേ, നമ്മളെ ഖരാവസ്ഥയിലുള്ള ഒരു വസ്തുവിന് ഡെഫിനിറ്റ് മാസ് ഉണ്ടോ അല്ലെ, ഒരു മാസ് ഉണ്ട്, ഡെഫിനിറ്റ് മാസ് ഉണ്ട്. അതുപോലെ ഡെഫിനിറ്റ് വോളിയം ഉണ്ട്, ഡെഫിനിറ്റ് ഷേപ്പും ഉണ്ട്. സോളിഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു കല്ല്, ഒരു സ്റ്റോൺ ഓർക്കാം അല്ലെ, ഒരു ഖരാവസ്ഥയിലുള്ള ഒരു വസ്തു അല്ലെ, ഐസ് അല്ലെ, എന്തായാലും ഒരു ഖരാവസ്ഥയിലുള്ള അല്ലെ, ലിക്വിഡ് ആവാത്ത ഫസ്റ്റ് സ്റ്റേറ്റാണ് സോളിഡ്. അപ്പോൾ അതിനെന്താണ്, ഡെഫിനിറ്റ് മാസ്, ഒരു നിശ്ചിത മാസ് ഉണ്ട്, ഒരു വെയിറ്റ് ഉണ്ട്, ഡെഫിനിറ്റ് വോളിയം ഉണ്ട് അല്ലെ, ഒരു സ്പേസ് വേണം, അതിന് ഡെഫിനിറ്റ് ആയിട്ടുള്ള സ്പേസ് ആവശ്യമാണ്. ഹാസ് ഡെഫിനിറ്റ് ഷേപ്പ് അല്ലേ, ഒരു നിശ്ചിതമായിട്ടുള്ള ഷേപ്പ് അല്ലേ, ഒരു ആകൃതി ഉണ്ട് അല്ലേ. കല്ലിനൊരു ഡെഫിനിറ്റ് ആയിട്ടുള്ള ഷേപ്പ് ഇല്ലേ സ്റ്റോണിന്. അപ്പോൾ സോളിഡ് സ്റ്റേറ്റിലുള്ള വസ്തുവിന് ഡെഫിനിറ്റ് മാസ് ഉണ്ട്, ഡെഫിനിറ്റ് വോളിയം ഉണ്ട്, ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ട്. ഇനി ലിക്വിഡ് എന്ന് പറഞ്ഞാൽ വെള്ളം പോലെയുള്ളത്, ദ്രാവകം പോലെയുള്ളത്, വെള്ളം, വെളിച്ചെണ്ണ അങ്ങനെയുള്ള സാധനങ്ങളാണ് ലിക്വിഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ആ ലിക്വിഡ് സ്റ്റേറ്റിന് ഒരു മാസ് ഉണ്ടോ, ഡെഫിനിറ്റ് മാസ് ഉണ്ട്. അതുപോലെ ഡെഫിനിറ്റ് വോളിയം ഉണ്ട്, ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ടോ. ഒരു ഡെഫിനിറ്റ് ഷേപ്പ് ഇല്ല അല്ലേ. നമുക്ക് വെള്ളത്തിന് എന്താണ്, ഒരു പ്രത്യേക ഷേപ്പ് ഉണ്ടോ. വെള്ളം നമ്മൾ ഏതിലാണോ എടുക്കുന്നത്, ഗ്ലാസ്സിലെടുത്താൽ അതിൻ്റെ ഷേപ്പിൽ നിൽക്കും അല്ലെ, വേറൊരു പാത്രത്തിലെടുക്കുമ്പോൾ ആ പാത്രത്തിൻ്റെ ഷേപ്പിൽ നിൽക്കും, അതിന് അതിൻ്റേതായ ഒരു ഷേപ്പില്ല. പക്ഷേ കല്ലാണെങ്കിൽ നമ്മൾ എവിടെ ഇട്ടാലും അതിൻ്റെ ആ ഷേപ്പിന് വ്യത്യാസം വരില്ല, അതതുപോലെ ഉണ്ടാവും, അതിനൊരു ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ട്. ബട്ട് ലിക്വിഡിന് എന്താണ്, ഒരു ഡെഫിനിറ്റ് ആയിട്ട് ഒരു നിശ്ചിത ഷേപ്പില്ല, ആകൃതി ഇല്ല. അതിന് വോളിയം ഉണ്ട്. ഗ്ലാസ്സിലൊക്കെ നിർത്തുമ്പോൾ, ഗ്ലാസ്സിൽ വെള്ളം എടുത്താൽ അതിനെന്താണ്, ഒരു വോളിയം ഉണ്ട് അല്ലേ, അതിനൊരു മാസ് ഉണ്ട്, വെയിറ്റ് ഉണ്ട്, അതൊക്കെ ഉണ്ട്. നെക്സ്റ്റ് ഗ്യാസ് അല്ലേ, വാതകം അല്ലേ. ഗ്യാസിന് എന്താണ്, ഒരു ഡെഫിനിറ്റ് മാസ് ഉണ്ട്, ഡെഫിനിറ്റ് വോളിയവും ഇല്ല, ഡെഫിനിറ്റ് ഷേപ്പും ഇല്ല അല്ലേ. വാതകം പോലെ ഇങ്ങനെ ഗ്യാസായി പോകുന്നതിനൊരു പ്രത്യേക ഷേപ്പ് ഉണ്ടോ, ഇല്ല. ഇതിനൊരു ഡെഫിനിറ്റ് ആയിട്ടുള്ള വോളിയം ഇല്ല. സോളിഡിന് എക്സാമ്പിൾ എന്താണ്, ഒരു ഐസ് കട്ട എടുക്കുക അല്ലേ, അത് അലിഞ്ഞാൽ എന്താണ്, വെള്ളമായി, അതാണ് ലിക്വിഡ്. പിന്നെ അത് നമ്മൾ ചൂടാക്കുമ്പോൾ ഗ്യാസ് വേപ്പറായിട്ട് ഇങ്ങനെ പോവില്ലേ, വേപ്പേഴ്സായിട്ട് പോകും, അതിനൊരു പ്രത്യേക വോളിയോ ഷേപ്പോ ഒന്നുമില്ല, അതിങ്ങനെ പരന്ന് കിടക്കുന്നതാണ് ഗ്യാസ് എന്ന് പറയുന്നത്. ഇത്രയാണ് ഈ മൂന്നിൻ്റെയും പ്രോപ്പർട്ടീസ്. മാറ്ററിന് മെയിനായിട്ട് ഈ 3 സ്റ്റേറ്റ്സ് ആണുള്ളത്. മാറ്ററിൻ്റെ സ്റ്റേറ്റ്സിലെ സോളിഡ് സ്റ്റേറ്റ് ഉണ്ട്, ലിക്വിഡ് സ്റ്റേറ്റ്, ഗ്യാസ് സ്റ്റേറ്റിൽ, ഈ 3 അവസ്ഥയിലും മാറ്ററിനെ കാണാറുണ്ട്. അതുപോലെ വേറെയും അവസ്ഥകളുണ്ട്, സ്റ്റേറ്റ്സ് ഉണ്ട്. 4th സ്റ്റേറ്റാണ് പ്ലാസ്മ എന്നുള്ള സ്റ്റേറ്റ്. പ്ലാസ്മ സ്റ്റേറ്റ്
നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ മോസ്റ്റ് അബണ്ടൻറ്റ് കൂടുതലായിട്ട് കാണുന്ന സ്റ്റേറ്റ് പ്ലാസ്മ സ്റ്റേറ്റ് ആണ്. ലോ ടെമ്പറേച്ചർ മാറ്റുന്നതിനനുസരിച്ച് നമ്മുടെ മാറ്ററിന് വേറെയും 2 സ്റ്റേറ്റ്സ് സയൻറ്റിസ്റ്റ് കണ്ടെത്തിയിട്ടുണ്ട്. ഏതൊക്കെയാണ്? ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് എന്ന സ്റ്റേറ്റും അതുപോലെ ഫെർമിയോണിക് കണ്ടൻസേറ്റ് എന്നുള്ള 2 സ്റ്റേറ്റ്സ്. നെക്സ്റ്റ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചേഞ്ചസ്, വ്യത്യസ്ത തരം ചേഞ്ചസ് മാറ്റങ്ങൾ. ഹീറ്റ് സം വാക്സ് ഇൻ എ സ്റ്റീൽ വെസൽ, വാട്ട് ഹാപ്പൻസ്? ഒരു സ്റ്റീൽ വെസൽ എടുത്തിട്ട് അതിൽ വാക്സിലെ കുറച്ച് മെയ്ഗ് ഹീറ്റ് ചെയ്യാനാണ് പറഞ്ഞത്, ചൂടാക്കാൻ. അപ്പോൾ വാക്സ് എന്ന് പറയുന്നത്, മെയ്ഗ് എന്ന് പറയുന്നത് സോളിഡ് സ്റ്റേറ്റ് ആണ് അല്ലേ, ഒരു ഖരാവസ്ഥയിലുള്ള ഒരു ഒബ്ജക്റ്റാണ് വാക്സ്, മെയ്ഗ്. അപ്പോൾ അതിനെ ഹീറ്റ് ചെയ്യുമ്പോൾ ചൂടാക്കുമ്പോൾ അതെന്താണ്, ലിക്വിഡായിട്ട് മാറും ഉരുകും വെള്ളം പോലെ അലിഞ്ഞു പോകും. അപ്പോൾ അതിനെ ഹീറ്റ് ചെയ്യുമ്പോൾ, ഹീറ്റിംഗ് എന്ന് എഴുതുക. ഹീറ്റ് ചെയ്യുമ്പോൾ എന്താണ്, അത് വാക്സ് ലിക്വിഡായിട്ട് മാറും. വാട്ട് ഹാപ്പൻസ് വെൻ ദി ലിക്വിഡ് വാക്സ് ഈസ് കൂൾഡ്? ഈ ലിക്വിഡ് വാക്സ് ഇത് തിരിച്ച് കൂളിംഗ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? തിരിച്ച് സോളിഡ് സ്റ്റേറ്റിലേക്ക് വാക്സായിട്ട് തിരിച്ച് മാറുന്നതാണ്. നിങ്ങളെന്താണ്, ഒരു വാക്സിലെ ഒരു മെയ്ഗ് എടുത്തിട്ട്, മെയ്ഗ് എന്ന് പറയുന്നത് സോളിഡ് സ്റ്റേറ്റിലുള്ള ഒരു ഒബ്ജക്റ്റാണ് അതെടുത്തിട്ട് ചൂടാക്കുക, ഹീറ്റിംഗ് ചൂടാക്കുമ്പോൾ എന്താണ്, ലിക്വിഡായിട്ട് മാറും ലിക്വിഡ് വാക്സ് ആവും, അത് അലിയും ആ അലിഞ്ഞ ലിക്വിഡ് വാക്സിനെ വീണ്ടും തണുപ്പിക്കുക അത് ചൂടാക്കുമ്പോൾ അലിയും, അതിനെ തണുപ്പിക്കുക ഫ്രിഡ്ജിലൊക്കെ വെച്ച് തണുപ്പിക്കുമ്പോൾ എന്താവും, അത് കട്ടയാവും ആദ്യത്തെ മെയ്ഗിൻ്റെ രൂപത്തിലേക്ക്, സോളിഡ് സ്റ്റേറ്റിലേക്ക് വീണ്ടും തിരിച്ചു വരും. വി ക്യാൻ സീൻ ദാറ്റ് വാക്സ് ക്യാൻ ബി കൺവേർട്ടഡ് ഫ്രം സോളിഡ് ടു ലിക്വിഡ് ആൻഡ് വൈസ് വേഴ്സ തിരിച്ചും വാക്സ് എന്നുള്ള സോളിഡിനെ ലിക്വിഡാക്കി മാറ്റാനും കഴിയും, തിരിച്ച് വൈസ് വേഴ്സ തിരിച്ച് ലിക്വിഡിനെ സോളിഡാക്കി മാറ്റാനും കഴിയുമെന്ന് നമ്മൾ കണ്ടു. ബട്ട് ഇഫ് എ പീസ് ഓഫ് പേപ്പർ ഈസ് ബേൺ ടു ആഷ് ക്യാൻ ഇറ്റ് ബി ചേഞ്ച്ഡ് ടു പേപ്പർ അഗെയിൻ? പക്ഷെ നമ്മളൊരു പേപ്പർ എടുത്തിട്ട് കത്തിച്ചാൽ എന്താണ്, ചാരമായിട്ട് ആഷായിട്ട് മാറും. ആ ആഷ് എടുത്ത് നമുക്ക് വീണ്ടും തണുപ്പിച്ചാൽ പേപ്പറായിട്ട് തിരിച്ച് കിട്ടുമോ? ഇല്ല, തിരിച്ച് കിട്ടില്ല. ഡു ആൾ ദി ചേഞ്ചസ് ഒക്കർ അറ്റ് ദി സെയിം സ്പീഡ്? ഈ എല്ലാ ചേഞ്ചസും ഒരേ സ്പീഡിലാണോ, വേഗതയിലാണോ നടക്കുന്നത്? അല്ല. ചിലത് പെട്ടെന്നില്ലേ, ഒരു പേപ്പർ കത്തിക്കുക എന്ന് പറയുന്നത് അത് പെട്ടെന്ന് ചാരായിട്ട് മാറുന്നുണ്ട്, ഭയങ്കര സ്പീഡിൽ നടക്കുന്നതാണ്. ഇതെന്താണ്, സ്ലോ പ്രോസസ്സാണല്ലേ. ലിക്വിഡ് ആവുന്നതും ലിക്വിഡ് തിരിച്ച് എന്താണ് കട്ടയാവുന്നതും സോളിഡ് ആവുന്നതൊക്കെ സ്ലോ പ്രോസസ്സാണ്. അതുപോലെ തന്നെ ജെർമിനേഷൻ ഓഫ് പീ സീഡ് ഒരു വിത്ത് മുളയ്ക്കുന്നത്, പയർ വിത്ത് മുളയ്ക്കാൻ എത്ര ടൈം എടുക്കുന്നുണ്ട് കുറേ നാളുകൾ എടുത്തിട്ടാണ് പയർ വിത്ത് മുളയ്ക്കുന്നത്. അപ്പോൾ ഓരോന്നിനും ഓരോ ടൈമും സ്പീഡുമാണ് ഓരോന്നും എടുക്കുന്നത് ഫാസ്റ്റ് ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ട്, സ്ലോ ചേഞ്ച് പതുക്കെയുള്ള ചേഞ്ച് സംഭവിക്കുന്നുണ്ട്. ഇതെന്താണ്, സ്ലോ ചേഞ്ചാണ്. നമ്മൾ ജെർമിനേഷൻ ഓഫ് പീ സീഡ് എന്താണ്, സ്ലോ ചേഞ്ചാണ് അതെന്താണ്, വിത്ത് കുഴിച്ചിട്ടിട്ട് പതുക്കെ അത് എന്താണ് പയറായിട്ട് മാറുന്നത് അത് പ്ലാന്റായി മാറാൻ എന്താണ് ഒരു ലോങ് ടൈം പ്രോസസ്സ് എടുക്കുന്നുണ്ട്. ബട്ട് ലൈറ്റിംഗ് ഓഫ് എ ഗ്യാസ് സ്റ്റവ് ആൻഡ് ബേസ്റ്റിംഗ് ഓഫ് ക്രാക്കേഴ്സ് ഹാപ്പൻസ് വെരി ക്വിക്ക്ലി. ഒരു ഗ്യാസ് സ്റ്റവ് കത്തിക്കുന്നത്, ലൈറ്റ് ചെയ്യുന്നത് പറയുന്നത് ഭയങ്കര ക്വിക്കായിട്ട് പെട്ടെന്ന് നടക്കുന്നതാണ്. കത്തിച്ച് കുറേ കഴിഞ്ഞിട്ടാണ് കത്തുക? അല്ല. അതുപോലെ തന്നെ നമ്മൾ പടക്കം പൊട്ടിക്കുന്നത്, ബേസ്റ്റിംഗ് ഓഫ് ക്രാക്കേഴ്സ്, അതെന്താണ് പെട്ടെന്ന് ക്വിക്കായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതെന്താണ്, ഫാസ്റ്റ് ചേഞ്ചാണ്. ഇതിൻ്റെ ചേഞ്ച് സംഭവിക്കുന്നത് പെട്ടെന്നാണ്, ക്വിക്കായിട്ടാണ്. അപ്പോൾ അതിനെ ഫാസ്റ്റ് ചേഞ്ച് എന്ന് പറയും. അതുപോലെ ജെർമിനേഷൻ ഓഫ് പീ സീഡ് എന്താണ്, സ്ലോ ചേഞ്ച്, പതുക്കെ നടക്കുന്ന ചേഞ്ചാണ്. നമ്മളോട് ഈ ടേബിളിൽ കുറേ ചേഞ്ചസ്, സ്ലോ ചേഞ്ചസിനും ഫാസ്റ്റ് ചേഞ്ചസിനും എക്സാമ്പിൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. സ്ലോ ചേഞ്ചസിലെ പതുക്കെ സംഭവിക്കുന്ന മാറ്റങ്ങൾക്ക് എക്സാമ്പിളായിട്ട് നമുക്ക് ജെർമിനേഷൻ ഓഫ് പീ സീഡ് തന്നെ ആദ്യം ഇതാ വിത്ത് മുളയ്ക്കുന്നത്, പയർ വിത്ത് മുളയ്ക്കുന്നത് എന്നാണ്, സ്ലോ ചേഞ്ചാണ്. നമ്മൾ കുഴിച്ചിട്ടിട്ട് കുറേ കാലം കഴിഞ്ഞിട്ടാണ് അത് മുളച്ച് വരുന്നത്, പെട്ടെന്ന് മുളയ്ക്കുകയോ ഇല്ല, അത് സ്ലോ ചേഞ്ചാണ്. അതുപോലെ ചേഞ്ച് മിൽക്ക് ഇൻ ടു കേർഡ് പാല് തൈരാക്കുന്നത് മിൽക്ക് ഇൻ ടു കേർഡ്, പാല് തൈരാക്കുന്നത്, പാലിലെന്താണ് കുറച്ച് തൈര് ഒഴിച്ചിട്ട് അത് പിറ്റേന്നേക്കാണ് അത് തൈരായിട്ട് മാറുന്നത്, അപ്പോൾ അത് സ്ലോ ചേഞ്ചാണ്. റസ്റ്റിംഗ് ഓഫ് അയൺ, ഇരുമ്പ് തുരുമ്പാവുന്നത്, റസ്റ്റ് ആവുന്നത് ആണ് പതുക്കെ സംഭവിക്കുന്ന ചേഞ്ചാണ്. റൈപ്പനിങ് ഓഫ് ഫ്രൂട്ട് ഒരു ഫ്രൂട്ട് പഴുക്കുന്നത്, അതും പതുക്കെയാണ് സംഭവിക്കുന്നത്. റോട്ടണിങ് ഓഫ് വെജിറ്റബിൾസ് കേടാവുന്നത്, അയകുന്നത് ഒക്കെ പതുക്കെ സംഭവിക്കുന്നതാണ്, പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് കേടാവില്ല. ഫോർമേഷൻ ഓഫ് ഡേ ആൻഡ് നൈറ്റ്, അതുപോലെ രാത്രി പകലാവുന്നതും പകൽ രാത്രിയാവുന്നതൊക്കെ എന്താണ്, സ്ലോ ചേഞ്ചസ് ആണ്. ഇനി ഫാസ്റ്റായിട്ട് പെട്ടെന്ന് നടക്കുന്ന ചേഞ്ചസ് ഏതൊക്കെയാണ്? ബേണിംഗ് ഓഫ് പേപ്പർ കത്തിച്ചാൽ പെട്ടെന്ന് കത്തും ബേണിംഗ് ഓഫ് ക്രാക്കേഴ്സ്, പടക്കം പൊട്ടിക്കുന്നത്. ബേണിംഗ് ഓഫ് പെട്രോൾ കത്തിക്കുന്നത്. ലൈറ്റിംഗ് എ ബൾബ് ഒരു ബൾബ് കത്തിക്കുന്നത്, ഒരു സ്വിച്ച് ഇട്ടാൽ പെട്ടെന്ന് ബൾബ് കത്തും ഫാസ്റ്റ് ചേഞ്ചാണ്. ലൈറ്റിംഗ് ഓഫ് എ ഗ്യാസ് സ്റ്റവ് കത്തിക്കുന്നത് പെട്ടെന്ന് ഗ്യാസ് കത്തും. അപ്പോൾ ഇതൊക്കെ എന്താണ്, ഫാസ്റ്റ് ചേഞ്ചസ് ആണ്. നെക്സ്റ്റ് സെക്ഷൻ, ഫിസിക്കൽ ചേഞ്ച് ആൻഡ് കെമിക്കൽ ചേഞ്ച്. എന്താണ് ഫിസിക്കൽ ചേഞ്ചും കെമിക്കൽ ചേഞ്ചും തമ്മിലുള്ള ഡിഫറൻസ്? What is the difference between the burning of a piece of paper and the melting of wax? എന്ത് ഡിഫറൻസ് ആണ്, വ്യത്യാസമാണ് ഒരു പേപ്പർ കത്തിക്കുന്നതും അതുപോലെ വാക്സ് മെൽറ്റ് ചെയ്യുന്നതും തമ്മിലുള്ളത്? പേപ്പർ കത്തിച്ചാൽ എന്താണ്, അത് കത്തി ചാരമാവുകയാണ്, തിരിച്ച് നമുക്ക് പേപ്പറാക്കാൻ കഴിയില്ല അതാണ് കെമിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത് തിരിച്ച് അതിൻ്റെ പഴയ അവസ്ഥയിലേക്ക് എത്തിക്കാൻ കഴിയില്ല, അവിടെ ഒരു കെമിക്കൽ ചേഞ്ചാണ്, വേറൊരു വസ്തുവായിട്ട് മാറി
അല്ലേ? ഈ പേപ്പർ എന്ന് പറയുന്നത് ആഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാരം എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു ഒബ്ജക്റ്റായിട്ട് മാറി. മെൽറ്റിംഗ് ഓഫ് വാക്സിലെ വാക്സ് മെൽറ്റ് ചെയ്തിട്ട് ചൂടാക്കി നമുക്ക് എന്താണ് ലിക്വിഡാക്കാം, അതിനെ തണുപ്പിച്ചിട്ട് കൂൾ ചെയ്തിട്ട് തിരിച്ച് വീണ്ടും എന്താണ് വാക്സ് മേഘ തന്നെ ആക്കി മാറ്റാൻ കഴിയും. അതിനൊരു ഫിസിക്കൽ ചേഞ്ചാണ് സംഭവിക്കുന്നത്. ബേണിംഗ് ഓഫ് പേപ്പർ ഈസ് എ കെമിക്കൽ ചേഞ്ച് അല്ലേ? അത് കത്തിയിട്ട് എന്താണ് ചാരമായിട്ട് വേറൊരു വസ്തുവായിട്ട് മാറുകയാണ്, ആഷായിട്ട് മാറുകയാണ്. അതെന്താണ് ഒരു കെമിക്കൽ ചേഞ്ചാണ്. തിരിച്ച് നമുക്കതിനെ പേപ്പറാക്കി മാറ്റാൻ കഴിയില്ല. ആൻഡ് മെൽറ്റിംഗ് ഓഫ് വാക്സ് ഈസ് എ ഫിസിക്കൽ ചേഞ്ച് അല്ലേ? വാക്സ് മെൽറ്റ് ചെയ്യുന്നത് ഒരു ഫിസിക്കൽ ചേഞ്ചാണ്. നോ ന്യൂ സബ്സ്റ്റൻസസ് ആർ ഫോംഡ് ഡ്യൂറിങ് എ ഫിസിക്കൽ ചേഞ്ച് അല്ലെ? ഫിസിക്കൽ ചേഞ്ചിൻ്റെ സമയത്ത് എന്താണ് പുതിയ വസ്തുക്കൾ ഉണ്ടാവുന്നില്ല. നോ ന്യൂ സബ്സ്റ്റൻസ് ആർ ഫോംഡ് അല്ലേ? പുതിയ വസ്തുക്കൾ ഉണ്ടാവുന്നില്ല, സബ്സ്റ്റൻസ് ഫോം ചെയ്യുന്നില്ല ഫിസിക്കൽ ചേഞ്ചിൽ. അതായത് മെൽറ്റിംഗ് ഓഫ് വാക്സ് അല്ലേ? വാക്സ് മെൽറ്റ് ചെയ്യുമ്പോൾ പുതിയൊരു വസ്തു ഉണ്ടാവുന്നില്ല, അത് അലിയുന്നു, തിരിച്ച് വീണ്ടും അതെന്താണ് സോളിഡായിട്ട് മാറുന്നു അല്ലേ? വേറൊരു വസ്തു ഒന്നും ഉണ്ടാവുന്നില്ല അല്ലെ? വേറൊരു സബ്സ്റ്റൻസ് ഉണ്ടാകുന്നില്ല. ഓൺലി ദി മോളിക്കുലാർ അറേഞ്ച്മെൻറ്റ് ചേഞ്ചസ്, അതിൻ്റെ മോളിക്കുലാർ അറേഞ്ച്മെൻറ്റിൽ മാത്രമാണ് വ്യത്യാസമുണ്ടാവുന്നത്. അല്ലെങ്കിൽ മോളിക്യൂൾസിൻ്റെ അറേഞ്ച്മെൻറ്റിലില്ലേ അതിനാണ് വ്യത്യാസം ഉണ്ടാവുന്നത്. അതായത് സോളിഡിലുള്ള ആ മോളിക്യൂൾസ് എന്താണ് ലിക്വിഡ് ഇങ്ങനെ അലിഞ്ഞു പോകും അല്ലേ? തിരിച്ച് വീണ്ടും ആ മോളിക്യൂൾസിൻ്റെ അറേഞ്ച്മെൻറ്റ്, ആ ഒരു അറേഞ്ച്മെൻറ്റിൽ മാത്രമാണ് ചേഞ്ച് ഉണ്ടാവുന്നത്. അതെന്താണ് വേറൊരു വസ്തുവായിട്ട് വേറൊരു സബ്സ്റ്റൻസ് ആയിട്ട് മാറുന്നില്ല. ബട്ട് ഇൻ കെമിക്കൽ ചേഞ്ച്, പക്ഷേ കെമിക്കൽ ചേഞ്ചിൽ എന്ത് സംഭവിക്കുന്നുണ്ട്? എ സബ്സ്റ്റൻസ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു അനദർ വൺ അല്ലെ? ഒരു സബ്സ്റ്റൻസ്, ഒരു പദാർത്ഥം എന്താണ് വേറൊരു വസ്തുവായിട്ട് മാറുന്നുണ്ട്. ഒരു പദാർത്ഥം മറ്റൊരു പദാർത്ഥമായിട്ട് അല്ലേ വേറൊരു അനദർ വണ്ണായിട്ട് മാറുന്നുണ്ട്. അതായത് പേപ്പർ എന്താണ് കത്തിച്ച ആഷിൽ ചാരമായിട്ട് മാറുന്നുണ്ട്, വേറൊരു പദാർത്ഥമായിട്ട് മാറുന്നുണ്ട്. ദാറ്റ് മീൻസ് ന്യൂ മോളിക്യൂൾസ് ആർ ഫോംഡ് അല്ലേ? അതായത് ന്യൂ മോളിക്യൂൾസ്, പുതിയ മോളിക്യൂൾസ്, തന്മാത്രകൾ ഉണ്ടാകുന്നു. ക്ലാസിഫൈ ദി ഫോളോവിങ് ചേഞ്ചസ് ഇൻ ടു ഫിസിക്കൽ ചേഞ്ച് ആൻഡ് കെമിക്കൽ ചേഞ്ച്. തന്നിട്ടുള്ളതിനെ ഫിസിക്കൽ ചേഞ്ച് എന്നും കെമിക്കൽ ചേഞ്ച് എന്നും വേർതിരിക്കണം. അതായത് ഭൗതിക മാറ്റവും രാസമാറ്റവും. പി എന്ന് കൊടുത്തത് ഫിസിക്കൽ ചേഞ്ച് ആണ്, സി എന്ന് കൊടുത്തത് കെമിക്കൽ ചേഞ്ച് ആണ്. ഫസ്റ്റ് ലെറ്റർ. ഫിസിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ആ വസ്തുവിനെ വീണ്ടും നമുക്ക് അതേ ഫോമിലേക്ക് മാറ്റാൻ കഴിയും അല്ലെ? ഫോർമേഷൻ ഓഫ് ഐസ്, ഐസിനെ നമുക്ക് വെള്ളമാക്കാം, ആ വെള്ളത്തെ തിരിച്ച് ഐസാക്കാം അല്ലെ? അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കാൻ കഴിയും. അതാണ് ഫിസിക്കൽ ചേഞ്ച്. ഒരു പേപ്പർ കത്തിക്കുന്നത്, അതുപോലെ വുഡ് കത്തിക്കുന്നതൊക്കെ എന്താണ് കത്തിച്ചാൽ വീണ്ടും നമുക്ക് അതിനെ തിരിച്ച് വുഡാക്കാൻ കഴിയില്ല. അങ്ങനെ കഴിയാത്തതാണ് കെമിക്കൽ ചേഞ്ച്. അതായത് കേർഡ്ലിംഗ് ഓഫ് മിൽക്ക് അല്ലേ? പാല് തൈരാക്കുന്നത്. പാല് നമുക്ക് തൈരാക്കാം, പക്ഷെ തൈരിനെ വീണ്ടും നമുക്ക് പാലാക്കാൻ കഴിയില്ല. അതായത് കെമിക്കൽ ചേഞ്ചാണ് അവിടെ നടക്കുന്നത് അല്ലെ? ഒരു വസ്തു വേറൊരു വസ്തുവായിട്ട് മാറി അല്ലെ? വേറൊരു ഒബ്ജക്റ്റായിട്ട് മാറി, കെമിക്കൽ ചേഞ്ചാണ് നടന്നത്. നെക്സ്റ്റ് ബേണിംഗ് ഓഫ് കാൻഡിൽ എന്താണ്? കെമിക്കൽ ചേഞ്ചാണ് അല്ലെ? കാൻഡിൽ മെഴുകുതിരി കത്തിച്ചത് എന്താണ്? ഉരുകിപ്പോയില്ലേ? തിരിച്ച് മെഴുകുതിരിയാക്കാൻ കഴിയില്ല. ഫിസിക്കൽ ചേഞ്ചാണ് നെക്സ്റ്റ് ഇല്ലേ? മെൽറ്റിംഗ് ഓഫ് ഐസ്, ഐസ് മെൽറ്റായാൽ നമുക്ക് എന്താണ് തിരിച്ച് വീണ്ടും ആ വെള്ളത്തെ തിരിച്ച് ഐസാക്കാൻ കഴിയും അല്ലെ? വേറൊരു വസ്തു ഒന്നായിട്ട് മാറുന്നില്ല. ഐസ് എന്താണ് വെള്ളമാകുന്നു, ആ വെള്ളം എന്താണ് വീണ്ടും ഐസാകുന്നു, വേറൊരു വസ്തുവായിട്ട് മാറുന്നില്ല. നെക്സ്റ്റ് റെസ്റ്റിംഗ് ഓഫ് അയൺ എന്താണ്? കെമിക്കൽ ചേഞ്ചാണ്. ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്നത്, അതെന്താണ്? കെമിക്കൽ ചേഞ്ചാണ് സംഭവിക്കുന്നത്. അതായത് തുരുമ്പിനെ വീണ്ടും നമുക്ക് ഇരുമ്പാക്കി മാറ്റാൻ കഴിയില്ല. നെക്സ്റ്റ് മെൽറ്റിംഗ് ഓഫ് വാക്സ് എന്താണ്? ഫിസിക്കൽ ചേഞ്ചാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഫോർമേഷൻ ഓഫ് ഐസും ഫിസിക്കൽ ചേഞ്ചാണ്. അതുപോലെ ഡിസൊല്യൂഷൻ ഓഫ് സാൾട്ട് ഇൻ വാട്ടർ അല്ലേ? വെള്ളത്തിൽ ഉപ്പ് ലയിപ്പിക്കുന്നത്. ഒരു വെള്ളത്തിൽ ഉപ്പിനെ ലയിപ്പിച്ചാൽ തിരിച്ച് വീണ്ടും നമുക്ക് എന്താണ് ആ വെള്ളത്തെ ചൂടൊക്കെ ആക്കിയിട്ട് ഉപ്പാക്കി മാറ്റാൻ കഴിയും അല്ലേ? അതിലെന്താണ്? ഫിസിക്കൽ ചേഞ്ചാണ് നടക്കുന്നത്. ബേണിംഗ് ഓഫ് ഫയർവുഡ് കെമിക്കൽ ചേഞ്ചാണ് അല്ലേ? കത്തിച്ച ചാരമായി മാറി തിരിച്ച് നമുക്ക് അതിനെ വുഡാക്കി മാറ്റാൻ കഴിയില്ല. വേറൊരു ഒബ്ജക്റ്റ്, വേറൊരു ആഷ് എന്നുള്ള ചാരം എന്നുള്ള വേറൊരു ഒബ്ജക്റ്റായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അനദർ മോളിക്യൂൾ ഫോം ചെയ്തു കെമിക്കൽ ചേഞ്ചിൽ. ടേക്ക് സം ഐസ് ഇൻ എ ബൗൾ ആൻഡ് ഹീറ്റ് ഇറ്റ്. വാട്ട് ഹാപ്പൻസ്? ഒരു ബൗളിൽ ഒരു ഐസ് എടുത്തിട്ട് ചൂടാക്കാൻ ഹീറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അത് വെള്ളമായിട്ട് ലിക്വിഡായിട്ട് മാറും അല്ലെ? ഐസ് ഹീറ്റ് ചെയ്താൽ അത് വെള്ളമായിട്ട് മാറും. വാട്ട് ഹാപ്പൻസ് ഇഫ് ഹീറ്റിംഗ് ഈസ് കണ്ടിന്യൂഡ്? വീണ്ടും ചൂടാക്കിയാൽ എന്തായി മാറും? വാട്ടർ ബോയിൽസ് ആൻഡ് വാട്ടർ വേപ്പേഴ്സ് ഈസ് ഫോംഡ് അല്ലേ? വാട്ടർ തിളച്ചിട്ട് ബോയിലായിട്ട് വാട്ടർ വേപ്പേഴ്സ് ഫോം ചെയ്യും, അതായത് ഗ്യാസായി മാറും. അതായത് ഒരു ഐസ് എടുത്തിട്ട് നമ്മളൊരു പാത്രത്തിലിട്ട് ചൂടാക്കിയാൽ എന്താണ്? അത് വെള്ളമാവും. ആ വെള്ളം പിന്നെ എന്താണ്? തിളയ്ക്കും അല്ലേ? ചൂടാക്കുമ്പോൾ തിളയ്ക്കും, ബോയിലാവും. ബോയിൽ ചെയ്തിട്ട് ഗ്യാസായിട്ട് പുറത്തേക്ക് പോകും. ഇപ്പോൾ ഒരു ഐസ് എന്ന് പറഞ്ഞ മാറ്ററിന് സോളിഡ് സ്റ്റേറ്റ് ഉണ്ട്, ലിക്വിഡ് സ്റ്റേറ്റ് ഉണ്ട്, ഗ്യാസ് സ്റ്റേറ്റ് ഉണ്ട്. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, ഖരം, ദ്രാവകം, വാതകം. ഖരാവസ്ഥയിലുള്ള ഒരു ഒബ്ജക്റ്റിന് എക്സാമ്പിൾ നമുക്ക് ഐസ് എടുക്കാം. ഐസ് എന്ന് പറഞ്ഞാൽ ഒരു കട്ട അല്ലേ? അതിങ്ങനെ അതിലുള്ള പാർട്ടിക്കിൾസ് എന്തായിരിക്കും? ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ചായിരിക്കും അല്ലേ? ലിക്വിഡ് എന്ന് പറയുമ്പോൾ അത് വെള്ളം അല്ലേ? വാട്ടർ എടുക്കാം എക്സാമ്പിൾ. സോളിഡ് എന്താണ്? ഐസ് എന്നത് ഉരുകുമ്പോൾ അതെന്താണ്? വെള്ളമായി മാറും. വീണ്ടും ചൂടാക്കുമ്പോൾ അതെന്തായി? ഗ്യാസ് ആയിട്ട് മാറും, വേപ്പേഴ്സ് ആയിട്ട് മാറും. ഗ്യാസിന് എക്സാമ്പിൾ വേപ്പേഴ്സ് നിങ്ങൾ മനസ്സിൽ കരുതുക. ഒരു സോളിഡ് സ്റ്റേറ്റ് ഐസിൻ്റെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി പാർട്ടിക്കിൾസിലെ പാർട്ടിക്കിൾസിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് ദൂരം എന്താണ്? വളരെ കുറവാണ്, വെരി ലെസ് ആണ് അല്ലേ? പാർട്ടിക്കിൾസിനെ അടുപ്പിച്ചിട്ടാണ് ഉണ്ടാവുക. ഖരാവസ്ഥയിലുള്ളൊരു വസ്തു, കല്ലായിക്കോട്ടെ ഐസ് ആയിക്കോട്ടെ ഒക്കെ എന്താണ്? ഒരു ഉറപ്പുള്ളൊരു വസ്തു ഖരാവസ്ഥയിലുള്ളതാണ്.
അപ്പോൾ അതെന്താണ് അതിൻ്റെ ഡിസ്റ്റൻസ്, പാർട്ടിക്കിൾസിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് എന്നാൽ വളരെ കുറവായിരിക്കും. പക്ഷേ ലിക്വിഡിലാണെങ്കിലോ ഇതിനേക്കാളും കൂടുതലാണ് അല്ലേ, ഹയർ ദാൻ സോളിഡ് എന്ന് എഴുതാം. സോളിഡിനേക്കാൾ കൂടുതലാണ് ഡിസ്റ്റൻസ് അല്ലേ, വെള്ളമായിട്ട് മാറി. അപ്പോൾ അതിൻ്റെതാണ് കുറച്ച് ഡിസ്റ്റൻസ് വന്നു. ഗ്യാസ് ആകുമ്പോൾ എന്താണ് ഒന്നുകൂടി ചൂടായിട്ട് ഇങ്ങനെ വിശാലമായിട്ട് നടക്കുകയാണ് അല്ലേ, അതിലെ പാർട്ടിക്കിൾസ് ഇങ്ങനെ വേപ്പേഴ്സ് ആയിട്ടാണ് നടക്കുന്നത്. അതായത് വെരി ഹൈ എന്ന് എഴുതാം അല്ലേ, അതിൻ്റെ പാർട്ടിക്കിൾസിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് വളരെ കൂടുതലാണ്. സോളിഡ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഐസ് എക്സാമ്പിളായിട്ട് കാണുക അല്ലെ, ഐസ് ഖരാവസ്ഥയിലുള്ള ഏത് ഒബ്ജക്റ്റും, ഐസ്, കല്ല് അല്ലെ, ഖരം പോലെ ഉറപ്പുള്ള സാധനമാണ്. അപ്പോൾ അതിൻ്റെ പാർട്ടിക്കിൾസ് അടുപ്പിച്ചടുപ്പിച്ചിട്ടാണ് ഉണ്ടാവുക അല്ലെ. എങ്ങനെ പാറി നടക്കാൻ കഴിയുമോ? ഇല്ല. ഒരു ഐസ്, ഒരു വസ്തു അത് അതിൻ്റെ അതേ പൊസിഷനിൽ അങ്ങനെ തന്നെ നിൽക്കും. അപ്പോൾ അട്രാക്ഷൻ ബിറ്റ്വീൻ ദി പാർട്ടിക്കിൾസ് അല്ലെ, അതിൻ്റെ ഇടയിലുള്ള അട്രാക്ഷൻ എന്തായിരിക്കും അല്ലേ, വളരെ കൂടുതലായിരിക്കും അല്ലേ, വെരി ഹൈ ആയിരിക്കും. അടുപ്പിച്ച് നിൽക്കുക, അട്രാക്ഷൻ കൂടുതലായിരിക്കും. വേറെ എന്താണ് വിട്ടിട്ടുള്ളത്, അപ്പോൾ അട്രാക്ഷൻ എന്താണ് കുറവായിരിക്കും അല്ലേ, ദൂരെയാണുള്ളത്. അടുത്തുള്ള ആൾക്കാരോടല്ല അട്രാക്ഷൻ കൂടുക. അപ്പോൾ അടുപ്പിച്ചടുപ്പിച്ച് നിൽക്കുമ്പോൾ അട്രാക്ഷൻ അല്ലേ, അട്രാക്ഷൻ ബിറ്റ്വീൻ ദി പാർട്ടിക്കിൾസ് വെരി ഹൈ ആണ്. സ്പീഡ് ഓഫ് മൂവ്മെൻറ്റ് ഓഫ് ദി പാർട്ടിക്കിൾസ് അല്ലെ, മൂവ്മെൻറ്റിലെ ചലനം, പാർട്ടിക്കിൾസിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണ്, വളരെ കുറവല്ലേ, വെരി ലെസ് ആണ്. ഇവർക്ക് മൂവ് ചെയ്യാൻ കഴിയും ഇല്ല, അതിങ്ങനെ ചലിക്കാതെ നിൽക്കുക ചെയ്യുക. ഇവർക്ക് എന്താണ് കൂടുതൽ ദൂരം ഇങ്ങനെ ചലിക്കാൻ കഴിയും അല്ലേ, ഇവരുടെ മൂവ്മെൻറ്റ് ഹൈ ആയിരിക്കും, വെരി ഹൈ ആയിരിക്കും. ഗ്യാസിന് മൂവ് ചെയ്യാനുള്ള സ്പേസ് കുറേ ഉണ്ട്. ഇവരെന്താണ് ഇങ്ങനെ തിക്കായി നിൽക്കുന്നത് കൊണ്ട് തന്നെ മൂവ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ സ്പീഡ് ഓഫ് മൂവ്മെൻറ്റ് വെരി ലെസ് ആണ്. എനർജി ഓഫ് ദി പാർട്ടിക്കിൾസ്, എനർജി എന്താണ്, വെരി ലെസ് ആണ്. മൂവ്മെൻറ്റ് ഇല്ല. മൂവ് ചെയ്യുന്നവർക്കല്ല എനർജി കൂടുതലുണ്ടാവുക. നമുക്ക് ആരോഗ്യം, എനർജി കൂടുതലുണ്ടെന്നാൽ നല്ല മൂവ്മെൻറ്റ് ഉണ്ടാവും അല്ലേ, എനർജി കൂടിയാൽ അതൊക്കെ ചെയ്യാം അല്ലേ. ഇവിടെ മൂവ് ചെയ്യാതെ നിൽക്കുകയാണ്, അതുകൊണ്ട് തന്നെ മൂവ്മെൻറ്റ് കുറവാണ്, അതുകൊണ്ട് എനർജി കുറവാണ്. എനർജി കുറവുള്ളവർക്ക് മൂവ് ചെയ്യാനും കഴിയില്ല അല്ലേ, എനർജി കൂടുതലുള്ളവർക്കാണ് മൂവ് ചെയ്യാനും കഴിയുക. അപ്പോൾ ഇവിടെ എനർജി കൂടുതലാണ്, അതുപോലെ മൂവ്മെൻറ്റും കൂടുതലാണ്. ഇതെന്താണ്, ഇത് രണ്ടിൻ്റെ ഇടയിലായിട്ട് വരും മൂവ്മെൻറ്റും എനർജിയൊക്കെ. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ളതാണ് ലിക്വിഡ്. ഇപ്പോൾ ലിക്വിഡിൻ്റെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി പാർട്ടിക്കിൾസ്, പാർട്ടിക്കിൾസിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ്, ദൂരം എന്താണ്, സോളിഡിനേക്കാളും കൂടുതലാണ് ദൂരം അല്ലേ, ഗ്യാസിനേക്കാളും കുറവാണ്. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ളതാണ് ലിക്വിഡ്. അപ്പോൾ എന്താണ്, ഹയർ ദാൻ സോളിഡ് എന്ന് പറയാം അല്ലേ, സോളിഡിനേക്കാളും കൂടുതലാണ്. അതുപോലെ അട്രാക്ഷൻ എന്താണ്, ലെസ് ദാൻ സോളിഡ്, സോളിഡിനേക്കാളും കുറവാണ് അല്ലേ. ഇവിടെ ഈ പിക്ചർ മനസ്സിൽ കൊണ്ടുവന്നാൽ മതി, അപ്പോൾ നിങ്ങൾക്ക് ഓരോന്നും എഴുതാൻ കഴിയും. ഇവിടെ സോളിഡിലെ ഒരു ഐസിൻ്റെ അട്രാക്ഷൻ അടുപ്പിച്ച് നിൽക്കുന്നത് കൊണ്ട് അട്രാക്ഷൻ വെരി ഹൈ ആണ്. ഇതെന്താണ്, അതിനേക്കാൾ കുറവാണ് അട്രാക്ഷനിലെ, കുറച്ച് സ്പേസ് കൂടുതലാണ്, ലെസ് ദാൻ സോളിഡ് ആണ്. ഇതെന്താണ്, വളരെ കുറവാണ് അട്രാക്ഷനിലെ, വിട്ടാണ് നിൽക്കുന്നത്, അതുകൊണ്ട് അട്രാക്ഷൻ വളരെ കുറവാണ്, വെരി ലെസ് ആണ്. ലിക്വിഡിൻ്റെ സ്പീഡ് ഓഫ് മൂവ്മെൻറ്റ് എന്താണ്, ഇവിടെ തീരെ ചലിക്കാൻ കഴിയുന്നില്ല അല്ലേ, വെരി ലെസ് ആണ് മൂവ്മെൻറ്റ്. ഇവിടെ കുറച്ച്, അതിനേക്കാളും കുറച്ചുകൂടി അല്ലേ, ഹയർ ദാൻ സോളിഡിലെ, സോളിഡിനേക്കാളും കുറച്ചുകൂടി മൂവ്മെൻറ്റ് ഉണ്ട് ഇതിൽ. ഇവിടെ എന്താണ്, വെരി ഹൈ ആണല്ലേ. ഗ്യാസിന് എന്താണ്, മൂവ് ചെയ്യാൻ എന്താണ്, നല്ല ഫാസ്റ്റായിട്ട് എവിടേക്ക് വേണമെങ്കിലും മൂവ് ചെയ്യാം. അപ്പോൾ സ്പീഡ് ഓഫ് മൂവ്മെൻറ്റ് ഹൈ ആണ്, അതുകൊണ്ട് തന്നെ എനർജിയും ഹൈ ആണ്. എനർജി എന്താണ്, ലിക്വിഡിൻ്റെത് ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ ഇവിടെ ലെസ് എനർജിയാണ്, മൂവ്മെൻറ്റ് ഇല്ല, എനർജി കുറവാണ്, അതുകൊണ്ട് തന്നെ അതിന് മൂവ് ചെയ്യാൻ കഴിയില്ല. ഇവിടെ എന്താണ്, എനർജി കൂടുതലാണ്, അതുകൊണ്ട് തന്നെ അതിന് നല്ല മൂവ് ചെയ്യാൻ കഴിയും, ചലിക്കാനുള്ള സ്പീഡ് കൂടുതലാണ്. ഇത് രണ്ടിൻ്റെ ഇടയിൽ, അതായത് ഹയർ ദാൻ സോളിഡ്, അല്ലെങ്കിൽ ഗ്യാസിനേക്കാൾ കുറവാണ്, അല്ലെങ്കിൽ സോളിഡിനേക്കാൾ കൂടുതലാണ്. ഇതിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇതിൻ്റെ മൂവ്മെൻറ്റ് കൂടുതലാണ്. പക്ഷേ ഗ്യാസിൻ്റെ അത്ര മൂവ്മെൻറ്റ് ഉണ്ടോ ലിക്വിഡിന്? ഇല്ല. ഈ എക്സാമ്പിൾ ഈ പിക്ചർ എക്സാമ്പിൾ മനസ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് എന്താണ്, ഈസി ആയിട്ട് ഈ ടേബിൾ ഫില്ല് ചെയ്യാൻ കഴിയും. We have seen that particles are very close to each other in solid state. സോളിഡ് സ്റ്റേറ്റിൽ എന്താണ്, പാർട്ടിക്കിൾസ് വളരെ ക്ലോസ് ആയിട്ട് അടുത്തടുത്താണുള്ളത് അല്ലേ, ഖരാവസ്ഥയിൽ. വാട്ട് ഹാപ്പൻസ് ടു ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാർട്ടിക്കിൾസ് ആൻഡ് എനർജി ഓഫ് പാർട്ടിക്കിൾസ് വെൻ സോളിഡ്സ് ആർ ഹീറ്റഡ്. ഈ സോളിഡ്സ് ഹീറ്റ് ചെയ്യുമ്പോൾ, ചൂടാക്കുമ്പോൾ ആ പാർട്ടിക്കിൾസിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ്, ദൂരത്തിനും എനർജിക്കും എന്താണ് സംഭവിക്കുന്നത്. സോളിഡ് എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ ഐസ് നിങ്ങൾ മനസ്സിൽ കാണുകയല്ലേ, ഐസ് ചൂടാക്കുമ്പോൾ ഹീറ്റ് ചെയ്യുമ്പോൾ എന്താണ്, ലിക്വിഡായിട്ട് മാറും അല്ലേ, വെള്ളമായിട്ട് മാറും. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, പാർട്ടിക്കിൾസിൻ്റെ ഇടയിൽ ഡിസ്റ്റൻസ് കൂടി അല്ലേ, അതായത് എനർജിയും കൂടി അല്ലേ. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി പാർട്ടിക്കിൾ ഇൻക്രീസസ്, എനർജി ഓഫ് ദി പാർട്ടിക്കിളും ഇൻക്രീസസ് മീൻസ് കൂടി അല്ലേ, കൂടും. ഡിസ്റ്റൻസ് എന്താണ്, അവർക്ക് എന്താണ്, ചലിക്കാനുള്ള സ്വാതന്ത്ര്യം, ഡിസ്റ്റൻസും എല്ലാം കൂടുകയാണ് ചെയ്യുന്നത് അല്ലേ. ഇത് അടുത്തടുത്ത് നിൽക്കുകയാണ് ഖരാവസ്ഥയില്ലേ, സോളിഡ് സ്റ്റേറ്റിൽ. അത് ചൂടാക്കുമ്പോൾ എന്താണ്, അവർക്ക് സ്വാതന്ത്ര്യം കിട്ടി അല്ലേ, ഒന്നുകൂടി ചൂടാക്കിയാൽ എന്താണ്, വീണ്ടും സ്വാതന്ത്ര്യം കിട്ടിയില്ലേ. അവരിങ്ങനെ വേപ്പേഴ്സ് ആയിട്ട് ഇങ്ങനെ അവിടെയും ഇവിടെ ആയിട്ട് ഉണ്ടാവുക. ഡിസ്റ്റൻസ് വളരെ കൂടും, അപ്പോൾ എനർജിയും കൂടും. When a solid is heated, the distance between its particles and their energy increases. സോളിഡ് ഹീറ്റ് ചെയ്യുമ്പോൾ, ഐസിനെ ഹീറ്റ് ചെയ്യുമ്പോൾ എന്താണ്, അത് ലിക്വിഡായിട്ട് മാറി, അതായത് ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്ത് എനർജിയും ഇൻക്രീസ് ചെയ്യും, കൂടും. ആൻഡ് ഗ്രാജുവലി ഇറ്റ് അറ്റൈൻസ് ദി പെർട്ടിക്കിൾ അറേഞ്ച്മെൻറ്റ് ഓഫ് എ ലിക്വിഡ്. ഗ്രാജുവലി അതെന്തായ ഒരു ലിക്വിഡായിട്ട് മാറും. അതായത് സോളിഡിനെ ഹീറ്റ് ചെയ്യുമ്പോൾ അബ്സോർബ്സ് ഹീറ്റിലെ, അതെന്താണ്, ഹീറ്റ് വലിച്ചെടുക്കുകയാണ്, ആഗിരണം ചെയ്യുകയാണ് ചെയ്യുന്നത്. അബ്സോർബ് ചെയ്യല്ലേ, ഉള്ളോട്ട് വലിച്ചെടുക്കുക. അബ്സോർബ് ചെയ്യുമ്പോൾ അതെന്താണ്, ലിക്വിഡായിട്ട് മാറും. ആ ലിക്വിഡ് അതുപോലെ ഹീറ്റ് അബ്സോർബ് ചെയ്യുമ്പോൾ ഗ്യാസ് ആയിട്ട് മാറും. സോളിഡ് എന്ന് പറഞ്ഞാൽ ഐസ് എക്സാമ്പിൾ ആക്കിയെടുക്കില്ല. ഐസിനെ ചൂടാക്കുമ്പോൾ വാട്ടറായി മാറും. വാട്ടറിനെ വീണ്ടും ചൂടാക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, വേപ്പേഴ്സ് ആയിട്ട് മാറും, ഗ്യാസ് ആയിട്ട് മാറും.
ഹീറ്റ് അബ്സോർബ് ചെയ്യുക, നമ്മൾ ചൂടാക്കുക എന്ന് പറഞ്ഞാൽ ആ ഹീറ്റിൽ ചൂടിനെ വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സോളിഡ് എന്താണ്, ലിക്വിഡാവും, ലിക്വിഡ് ഗ്യാസായിട്ട് മാറും. ഇനി നേരെ തിരിച്ചിട്ട് ഇങ്ങോട്ടാണ്, ഓപ്പോസിറ്റ് ആണെങ്കിൽ ഗ്യാസിന് എന്ത് ചെയ്യണം, നമ്മൾ ഹീറ്റ് ലിബറേറ്റ് ചെയ്യുക, ഹീറ്റ് പുറന്തള്ളുകയാണ് വേണ്ടത്, തണുപ്പിക്കല്ല വേണ്ടത്. അല്ലെ ഈ ഗ്യാസിനെ നമ്മൾ കൂൾ ചെയ്യുക, അല്ലെ തണുപ്പിക്കുക, അല്ലെ തിരിച്ചിങ്ങോട്ട് തണുപ്പിക്കുമ്പോഴാണ് ഗ്യാസ് എന്താവും, ലിക്വിഡായിട്ട് മാറും, അല്ലെ വെള്ളമായിട്ട് മാറും. ഈ വെള്ളത്തെ വീണ്ടും തണുപ്പിക്കുക, ഫ്രിഡ്ജിലൊക്കെ വെച്ച് തണുപ്പിക്കുമ്പോൾ എന്താ, അത് ഐസ് കട്ടായിട്ട് മാറും, സോളിഡായിട്ട് മാറും. അല്ലേ തണുപ്പിക്കുകയാണ് ചെയ്യുന്നത്, അതായത് ലിബറേറ്റ് ഹീറ്റിനെ പുറന്തള്ളുകയാണ് ചെയ്യുന്നത്, ഹീറ്റ് വലിച്ചെടുക്കുകയല്ല. ഹീറ്റിനെ പുറന്തള്ളിയിട്ട് തണുക്കുകയാണ് ചെയ്യുന്നത്. കൂളാവുമ്പോഴാണ് തിരിച്ച് ഗ്യാസ് ലിക്വിഡായിട്ടും ലിക്വിഡ് സോളിഡായിട്ടും മാറുന്നത്. അതായത് സിമ്പിളായിട്ട് ഇവിടെ ഒരു പിക്ചറൈസേഷൻ കൊടുത്തിട്ടുണ്ട്. സോളിഡിനെ നമ്മൾ ഹീറ്റ് അബ്സോർബ് ചെയ്യുക, അല്ലെ ഹീറ്റ് വലിച്ചെടുക്കുക. ആഗിരണം ചെയ്യുമ്പോൾ ലിക്വിഡാവും, ദെൻ ഹീറ്റിൽ വീണ്ടും ചൂടാക്കുമ്പോൾ ഗ്യാസ് ആവും. അതായത് ഹീറ്റിനെ വലിച്ചെടുക്കുകയാണ്, അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുന്നത്, ആഗിരണം ചെയ്യുകയാണ്. തിരിച്ച് ഈ ഗ്യാസിനെ നമ്മൾ തണുപ്പിക്കുകയാണ്, കൂൾ ചെയ്യുകയാണ്. അതായത് ഈ ഹീറ്റ് ലിബറേറ്റ് ചെയ്യുക, അല്ലേ അതായത് താപം പുറത്ത് വിടുകയാണ് ചെയ്യുന്നത്, ഹീറ്റിനെ ഒഴിവാക്കുക, അതായത് കൂൾ ചെയ്യിപ്പിക്കുക. അല്ലെ തിരിച്ചാക്കുമ്പോൾ ഗ്യാസ് ലിക്വിഡാവും, ലിക്വിഡ് വെള്ളം എന്താവും, ഐസായിട്ട് മാറില്ലേ, സോളിഡ് സ്റ്റേറ്റിലേക്ക് തിരിച്ച് വരും, ആദ്യത്തെ സ്റ്റേറ്റിലേക്ക് തന്നെ വരും. അതായത് ലിബറേറ്റ് ഹീറ്റിനെ പുറന്തള്ളുകയാണ് ചെയ്യുന്നത്, പുറത്ത് വിടുക. അതായത് ഹീറ്റിനെ അബ്സോർബ് ചെയ്യുക, അല്ലേ ചൂടാക്കുക എന്ന് പറഞ്ഞാൽ ഹീറ്റ് വലിച്ചെടുക്കുക, ചൂടാവുക. അല്ലേ അപ്പോൾ ചൂടാവുമ്പോൾ സോളിഡ് ലിക്വിഡായി, ലിക്വിഡ് ഗ്യാസായി. തിരിച്ച് തണുപ്പിക്കുക, അല്ലെ കൂളാക്കുമ്പോഴാണ് ഗ്യാസ് ലിക്വിഡാവുക, ലിക്വിഡ് സോളിഡാവുക. അപ്പോൾ ഈ സൈക്കിൾ ഓർത്ത് വെച്ചാൽ മതി. Solid substances like camphor and naphthalene when heated directly changes to gas. This is known as sublimation. സബ്ലിമേഷൻ എന്നുള്ള ഈ ടേം എന്താണ്, ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് സബ്ലിമേഷൻ എന്ന് പറഞ്ഞാൽ, സോളിഡ് സബ്സ്റ്റൻസ് ആയ എക്സാമ്പിൾ ക്യാംഫറും നാഫ്തലീനും. ക്യാംഫർ എന്താണ്, കർപ്പൂരം. അതുപോലെ നാഫ്തലീൻ എന്താണ്, പാറ്റഗുളികയിലുള്ള ഒരു കെമിക്കലാണ് നാഫ്തലീൻ. ഈ സോളിഡ് സബ്സ്റ്റൻസ് ആണ്. അതൊക്കെ എന്താണ്, നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ ചൂടാക്കുമ്പോൾ എന്താണ്, ചൂടാക്കുമ്പോൾ അത് സോളിഡ് എന്താണ്, ചൂടാക്കുമ്പോൾ നമ്മൾ പറഞ്ഞു ലിക്വിഡാവും, വെള്ളമായി മാറുകയാണ് ചെയ്യാറ് അല്ലേ. ഇത് ഡയറക്റ്റായിട്ട് വെള്ളമാവാതെ നേരെ ഗ്യാസിലെ വേപ്പേഴ്സായിട്ടാണ് മാറുക. ചന്ദനത്തിരിയൊക്കെ കണ്ടിട്ടില്ലേ, അത് സോളിഡാണ്, ഒരു ഖരാവസ്ഥയിലുള്ള വസ്തുവാണ്. അത് നമ്മൾ ചൂടാക്കുമ്പോൾ എന്താണ്, ഡയറക്റ്റ് ഗ്യാസ് ആവുകയാണ്, വെള്ളമാവാണോ ചെയ്യുന്നത്, അല്ല ഡയറക്റ്റ് ഗ്യാസ് വേപ്പേഴ്സായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതുപോലെ രണ്ട് ഒബ്ജക്റ്റിന് എക്സാമ്പിളാണ് ക്യാംഫറും നാഫ്തലീനും. അതുപോലെയുള്ള സബ്സ്റ്റൻസ്, സോളിഡായിട്ടുള്ള സബ്സ്റ്റൻസ് ഹീറ്റ് ചെയ്യുമ്പോൾ ഡയറക്റ്റ് ലിക്വിഡ് ആവാതെ ഗ്യാസിലേക്കാണ് ചേഞ്ച് സംഭവിക്കുന്നത്. അതിനെയാണ് സബ്ലിമേഷൻ എന്ന് പറയുന്നത്. വാട്ട് ഈസ് സബ്ലിമേഷൻ എന്ന് ചോദിച്ചാൽ, സോളിഡ് സബ്സ്റ്റൻസസ് ലൈക്ക് ക്യാംഫർ ആൻഡ് നാഫ്തലീൻ വെൻ ഹീറ്റഡ് ഡയറക്റ്റ്ലി ചേഞ്ചസ് ടു ഗ്യാസ്, ഡയറക്റ്റായിട്ട് ഗ്യാസ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്, ലിക്വിഡ് ആവുന്നില്ല അല്ലെ. അങ്ങനെയുള്ളതിനെയാണ് സബ്ലിമേഷൻ എന്ന് പറയുന്നത് അല്ലെ. സബ്ലിമേഷൻ ആണ് അവിടെ നടക്കുന്നത്. ഡയറക്റ്റ് സോളിഡ് എന്താണ്, ഗ്യാസ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഡയറക്റ്റ് ഖരാവസ്ഥയിലുള്ള ഒരു വസ്തു വാതകം വേപ്പേഴ്സ് ആയിട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഒരു വസ്തു കത്തിക്കുന്നത് ആലോചിച്ചാൽ മതി, ഇങ്ങനെ മണം സ്മെല്ലിനൊക്കെ വേണ്ടിയിട്ട് കർപ്പൂരം, ചന്ദനത്തിരി, അതൊക്കെ എന്താണ്, സോളിഡ് കത്തിക്കുമ്പോൾ എന്താണ്, ഡയറക്റ്റ് ഗ്യാസ് ആവുകയാണ് ചെയ്യുന്നത്. അതിനെയാണ് സബ്ലിമേഷൻ എന്ന് പറയുന്നത്. നമ്മൾ വെള്ളം ഫ്രിഡ്ജിൽ വെച്ചാൽ, ഫ്രീസറിൽ വെച്ചാൽ എന്താണ്, അത് ഐസായിട്ട് മാറുന്നുണ്ട്, അവിടെ ഒരു ചേഞ്ച് സംഭവിക്കുന്നുണ്ടല്ലോ. വെള്ളം എന്താണ്, ഐസായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ആ ചേഞ്ചിനെ പറയുന്നത് പേരാണ് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്. അതിൻ്റെ സ്റ്റേറ്റ് മാറുകയാണ്. വാട്ടർ എന്ന് പറഞ്ഞാൽ ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്നും ഐസ് എന്ന് പറഞ്ഞാൽ സോളിഡ് സ്റ്റേറ്റ്, ഖരാവസ്ഥയിലേക്ക് അതിൻ്റെ സ്റ്റേറ്റ് ചേഞ്ച് ആവുകയാണ് അല്ലേ. സോളിഡ് ടു ലിക്വിഡ്, ലിക്വിഡ് ടു ഗ്യാസ്, അങ്ങനെ സ്റ്റേറ്റ് ചേഞ്ച് ആവുകയാണ്. അതിൻ്റെ ഗ്യാസ് സ്റ്റേറ്റുകൾ ചേഞ്ച് ആവുന്നതിനെയാണ് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. The change of substances from one physical state into another is known as change of state. സോളിഡ് സ്റ്റേറ്റ്, സോളിഡ് ലിക്വിഡ് ഗ്യാസ് അല്ലേ, സോളിഡ് സ്റ്റേറ്റ്, ലിക്വിഡ് സ്റ്റേറ്റ്, ഗ്യാസ് സ്റ്റേറ്റ്. സോളിഡിൽ നിന്ന് ലിക്വിഡായിട്ട് മാറാം, ലിക്വിഡ് ഗ്യാസ് ആയിട്ട് മാറാം അല്ലേ. ലിക്വിഡ് തിരിച്ചിട്ട് സോളിഡ് ആവും. അങ്ങനെ ഓരോ സ്റ്റേറ്റിൽ ചേഞ്ച് വരുന്നുണ്ട് ഓരോന്ന് ചെയ്യുമ്പോൾ, ഹീറ്റ് ചെയ്യുമ്പോൾ കൂൾ ചെയ്യുമ്പോൾ ഒക്കെ. ആ സ്റ്റേറ്റിൽ വരുന്ന ആ ചേഞ്ച്, വ്യത്യാസത്തെയാണ് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ആ ഫിസിക്കൽ സ്റ്റേറ്റിൽ ഉണ്ടാവുന്ന ആ ചേഞ്ച് അല്ലേ, സബ്സ്റ്റൻസ് ഫ്രം വൺ ഫിസിക്കൽ സ്റ്റേറ്റ് ഇൻ ടു അനദർ, വേറൊരു ഫിസിക്കൽ സ്റ്റേറ്റിലേക്ക് ഉണ്ടാകുന്ന ആ ചേഞ്ച് ഓഫ് സബ്സ്റ്റൻസ്, ആ സബ്സ്റ്റൻസിൻ്റെ ചേഞ്ചിനെയാണ് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. വിച്ച് ഫോം ഓഫ് എനർജി ഈസ് അബ്സോർബ്ഡ് ഓർ ലിബറേറ്റഡ് ഡ്യൂറിങ് ദി ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്. ഈ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഏത് എനർജിയാണ് അബ്സോർബ് ചെയ്യുകയും ലിബറേറ്റ് ചെയ്യുകയും ചെയ്യുന്നത്, ആഗിരണം ചെയ്യുകയും പുറന്തള്ളുകയും ചെയ്യുന്ന എനർജി ഏതാണ്, ഹീറ്റ് എനർജിയാണ്. ഹീറ്റിനെയാണ് വലിച്ചെടുക്കുന്നത് അല്ലേ, ചൂടാവുകയാണ്, ഹീറ്റിനെ ലിബറേറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ എനർജി ഏതാണ്, ഹീറ്റ് എനർജി. ഹീറ്റ് അബ്സോർബ് ചെയ്യുമ്പോഴും ലിബറേറ്റ് ചെയ്യുമ്പോഴും എന്തൊക്കെ ചേഞ്ചാണ് പാർട്ടിക്കിൾസിന് സംഭവിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കെമിക്കൽ ചേഞ്ച് പഠിക്കാം. ഇത്രയും നേരം നമ്മൾ ഫിസിക്കൽ ചേഞ്ചാണ് പഠിച്ചത്. ഇനി കെമിക്കൽ ചേഞ്ച് ആൻഡ് എനർജി ചേഞ്ച് എന്നുള്ള പോർഷൻ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. 8ാം ക്ലാസ്സിലെ കുട്ടികളുടെ ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സും മാത്സും ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ക്ലാസ് 8 മാത്സ്, ക്ലാസ് 8 ഇംഗ്ലീഷ് എന്നുള്ള പ്ലേലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് വീഡിയോസ് ലഭിക്കുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.